എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് 8th ക്ലാസ്സിലെ ഹിന്ദി NCERT വസന്ത് എന്ന പുസ്തകത്തിലെ 18th ചാപ്റ്ററാണ്. ലാസ്റ്റ് ചാപ്റ്ററാണ്. ചാപ്റ്ററിൻ്റെ പേര് ടോപ്പി എന്നാണ്. ടോപ്പി എന്ന് പറഞ്ഞാൽ ടോപ്പി തന്നെയാണ്. എല്ലാവർക്കും അറിയാമല്ലോ അർത്ഥം. ഇത് എഴുതിയിരിക്കുന്നത് സൃഞ്ജയ് ആണ്. അപ്പോൾ ഇതിൽ റൈറ്റർ മെയിനായിട്ടും ഒരു 1-2 മെസ്സേജ് തരുന്നുണ്ട് ഇതിൽ കൂടിയിട്ട്. എന്താ പറയണമെന്ന് വെച്ചാൽ, നമ്മൾ ഈ ശക്തിശാലി ആയിട്ടുള്ള ആൾക്കാരെ പറഞ്ഞാൽ, ശക്തിശാലി എന്ന് പറഞ്ഞാൽ ഭയങ്കര അധികാരം കയ്യിലുള്ളവരെ അപ്പോൾ അതിനെ തെറ്റായിട്ട് ഉപയോഗപ്പെടുത്തുക. അപ്പോൾ അത് ശരിയല്ലല്ലോ, അത് തെറ്റല്ലേ. അപ്പോൾ അങ്ങനെ പാടില്ല. അതൊന്ന്. പിന്നെ രണ്ടാമത്തത്, എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കതിന് ഇച്ഛാശക്തി വേണം. ഇച്ഛാശക്തി വേണം, കർത്തവ്യനിഷ്ഠരായിരിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ ആ കാര്യം തീർച്ചയായും അത് നന്നായി നടക്കും എന്നാണ് പറയുന്നത്. അങ്ങനെ കുറച്ച് മെസ്സേജുകൾ റൈറ്റർ ഇതിൽ കൂടി തരുന്നുണ്ട്. പറഞ്ഞാൽ എന്താ പറയുക, ഇപ്പോൾ ശക്തിശാലി ലോഗ് അപ്നി ശക്തി കാ ഗലത് ഇസ്തമാൽ കർത്തേ ഹെ എന്ന് പറയാം. അവരുടെ അതിനെ തെറ്റായ രീതിയിൽ അതിനെ യൂസ് ചെയ്യും. പിന്നെന്താണ്, कोई भी काम करने के लिए हमें इच्छा शक्ति होना ज़रूरी है और कर्तव्यनिष्ठ भी रहना चाहिए എന്ന് പറയാം. അപ്പോൾ ഒരു കഥയാണ് കേട്ടോ ഇത്. ലോക് കഥ, ഏക് ലോക് കഥ എന്നാണ് പറയുന്നത്. ലോക് കഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മലയാളത്തിൽ നാടോടി കഥ എന്നൊക്കെ പറയില്ലേ, അങ്ങനെ. അപ്പോൾ നോക്കാം കഥ എന്താണെന്ന്. एक थी गौरैया गोरैया और एक था गवरा नर गोरैया. അപ്പോൾ 2 കുരുവികളാണ് ഇവിടെ കഥാപാത്രങ്ങൾ. അപ്പോൾ ഏക് തീ ഗൗരയ്യ, ഗൗരയ്യ ബ്രാക്കറ്റിൽ ഗൊറയ്യ എന്ന് കൊടുത്തു. ഗൊറയ്യ എന്ന് പറഞ്ഞാൽ കുരുവിക്ക് പറയും സ്പാരോ. സ്പാരോ. അപ്പോൾ ഇതിൽ ഗൗരയ്യ എന്ന് പറഞ്ഞാൽ പെൺകുരുവി, ഗൗര നർ ഗൊറയ്യ എന്ന് വെച്ചാൽ ആൺകുരുവി. അപ്പോൾ ഒരു പെൺകുരുവിയും ഒരു ആൺകുരുവിയും ഉണ്ടായിരുന്നു. ദോനോ ഏക് ദൂജേക്ക് പരം സംഗി. രണ്ടുപേരും ഏക് ദൂജേക്ക്, ഏക് ദൂജെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദൂജെ എന്ന് പറഞ്ഞാൽ ദൂസരെ എന്ന് പറയില്ലേ, അത് തന്നെയാണ്. ഏക് ദൂസരേക്ക് എന്ന് പറയില്ലേ, അത് തന്നെയാണ്. രണ്ടുപേരും ഏക് ദൂസരേക്ക് ബഹുത് ക്ലോസ് തേ പറഞ്ഞാൽ ഭയങ്കര ക്ലോസ് ആയിരുന്നു രണ്ടുപേരും. പരം സംഗി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ലോസ് ആയിരുന്നു, ഭയങ്കര അടുപ്പത്തിലായിരുന്നു അവർ രണ്ടുപേരും. ജഹാ ജാത്തെ ജബി ജാത്തെ സാഥി ജാത്തെ. എവിടെ പോവുകയാണെന്നുണ്ടെങ്കിലും എപ്പോൾ പോവുകയാണെന്നുണ്ടെങ്കിലും ഒരുമിച്ച് പോകുമായിരുന്നു. സാത്ത് ഹസ്തെ, ഒരുമിച്ച് ചിരിക്കും. സാത്ത് ഹി റോത്തെ, ഒരുമിച്ച് കരയും. ഏക് സാത്ത് ഖാത്തെ പീത്തെ ഏക് സാത്ത് സോത്തെ, ഒരുമിച്ച് ഭക്ഷണം കഴിക്കും, കുടിക്കും, ഒരുമിച്ച് ഉറങ്ങും. भिनसार होते ही घोते से निकल पड़ते दाना चुगने और जुटपुटा होते ही घोते में आ घुसते. ഭിൻസാർ, ഭിൻസാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സവേര അല്ലെങ്കിൽ സുബഹ, പ്രാതകാൽ എന്നൊക്കെ പറയാം. രാവിലെ, രാവിലെ എന്ന് പറയുന്നതിനാണ് ഭിൻസാർ എന്ന് പറയാം. ഘോത്തെ, ഘോത്തെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഘോസല എന്ന് പറയില്ലേ, പക്ഷിക്കൂട്, നെസ്റ്റ്. അതിനെ നിക്കൽപ്പെടുത്തെ, അതിന്ന് പുറത്തേക്ക് വരും. പിന്നെന്താണ്, ദാന ചുഗ്നെ, എന്തിനു വേണ്ടിയിട്ടാണ് പുറത്തേക്ക് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ദാന ചുഗനെ, ധാന്യങ്ങൾ കൊത്തി തിന്നാൻ വേണ്ടിയിട്ട്. ചുഗന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊത്തി തിന്നാം, പിക്കപ്പ് എന്ന് പറയാം. ജുട്ട്പുട്ട ഹോത്തേ ഹി ഘോത്തേ മേ ആഗുസ്തേ. ജുട്ട്പുട്ട എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ രാത്രി ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, നൈറ്റ് രാത്രി ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തിരിച്ച് ഘോസലയിലേക്ക് തന്നെ തിരിച്ചു വന്ന് അതിൻ്റെ ഉള്ളിൽ കയറി ഇരിക്കും. थकान मिटाते और सारे दिन के देखे सुने में हिस्सेदारी बढ़ाते. थकान मिटाते, थकाൻ മിട്ടാന പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ക്ഷീണം മാറ്റുക. थकाൻ എന്ന് പറഞ്ഞാൽ ക്ഷീണം. അപ്പോൾ ക്ഷീണം മാറ്റും. അത് കഴിഞ്ഞതിൻ്റെ ശേഷം എന്താണ്, സാരേ ദിൻകെ ദേക്കെ സുനെ, ദിവസം കണ്ടതും കേട്ടതും എല്ലാ കാര്യങ്ങളും അതിന് ഹിസ്സേദാരി ബട്ടാത്തെ. ഹിസ്സേദാരി എന്ന് പറഞ്ഞ ബട്ടാന പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക. അങ്ങും അതെല്ലാം ഷെയർ ചെയ്യുക, അങ്ങും പറയൂ അത്. ഏക് ഷാം ഗൗരിയ ബോലി. ഒരു വൈകുന്നേരം ഈ ഗൗരിയ എന്നാരാ ഉദ്ദേശിക്കുന്നത്, പെൺകുരുവി. അവൾ പറഞ്ഞു, ആദ്മിക്കോ ദേഖ്തേ ഹോ, മനുഷ്യനെ കണ്ടിട്ടുണ്ടോ നീ, കേസെ രംഗ് ബിരംഗി കപ്പടെ പെഹൻതേ ഹെ. എന്ത് കളർഫുള്ളായിട്ടുള്ള, രംഗ് ബിരംഗി എന്ന് പറഞ്ഞാൽ കളർഫുള്ളായിട്ടുള്ള വസ്ത്രങ്ങൾ അവർ ധരിക്കുക. കിത്ന ഫബ്ത ഹെ ഉൻ പർ കപ്പട. ഫബ്ന എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നന്നായിട്ടുണ്ടാവുക കാണാൻ കേട്ടോ. പറഞ്ഞാൽ സുന്ദർ എന്ന് പറയാം, ബ്യൂട്ടിഫുൾ, സുന്ദർ. അപ്പോൾ അവരുടെ മേലെ വസ്ത്രം ധരിച്ചിട്ട് അവരെ എന്ത് ഭംഗിയാണ് കാണാൻ എന്ന് പെൺകുരുവി പറഞ്ഞു. ഫബ്ന എന്ന് പറഞ്ഞാൽ ചേർച്ച കേട്ടോ. മനുഷ്യരുടെ മേലെ വസ്ത്രം നല്ല ചേർച്ചയുണ്ട്. ഖാക് ഫബ്ത ഹെ ഗൗറ തപാക് സെ ബോല. ഗൗറ തപാക് സെ ബോല എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പടയേന്ന് അങ്ങോട്ട് പറയുകയെന്ന് പറയില്ലേ, അങ്ങനെ പെട്ടെന്ന് അങ്ങോട്ട് മറുപടി കൊടുത്തു. എന്താ പറഞ്ഞത്, ഖാക് ഫബ്ത ഹെ എന്ന് പറഞ്ഞാൽ ഫബ്ന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായിട്ടുണ്ടാവുക. അപ്പോൾ ഖാക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഖാക്ക് എന്നുള്ള വേർഡിൻ്റെ മിഠി എന്നൊക്കെയാണ്, ധൂൽ മിട്ടി എന്നൊക്കെയാണ് ഖാക്കിൻ്റെ അർത്ഥം. പക്ഷേ ഇവിടെ വരുന്നതിൻ്റെ അർത്ഥം എന്താണ്, പിന്നെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറയില്ലേ, അതൊന്നും നന്നായിരിക്കില്ല എന്നുള്ള ഉദ്ദേശമില്ലേ. കുന്തം നന്നായിരിക്കും എന്നൊക്കെ പറയില്ലേ നമ്മൾ. അതിൻ്റെ അർത്ഥം കുന്തെന്നല്ല കേട്ടോ, ഖാക്കിൻ്റെ അർത്ഥം കുന്തെന്നല്ല, നമ്മളങ്ങനെ പറയില്ലേ. അതിന് ഹിന്ദിയിൽ
പറഞ്ഞതാണിത്. ഖാക്ക് ഫപ്ത ഹെ, ഓ പിന്നെ എന്ത് നന്നായിരിക്കണം എന്ന് പറഞ്ഞിട്ട് അതിനെ തപാക് സെ ബോല, പെട്ടെന്ന് അങ്ങോട്ട് പറഞ്ഞു. കപ്പട പെഹൻ ലേനെ കെ ബാദ് തോ ആദ്മി ഓർ ബദ്സൂരത് ലഗ്നെ ലഗ്താ ഹെ. അപ്പോൾ പറയണേ, വസ്ത്രം ഇട്ടതിന് ശേഷം മനുഷ്യരെ ഇനിയും കൂടി ബദ്സൂരത്ത്, പറഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നല്ലാതെ, ഇനിയും കൂടി കാണാൻ നന്നല്ലാതെ ഉണ്ടാവുക എന്ന് പറഞ്ഞു. ലഗ്താ ഹെ ആജ് ലട്ട്ജീര ചുഗ് ഗയേ ഹോ, ഗൗരിയ ബോൽപ്പടി. അപ്പോൾ ഗൗരിയ പറഞ്ഞു, ഈ പെൺകുരുവി പറഞ്ഞു, ഇന്ന് തോന്നുന്നത് ലട്ട്ജീര എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതൊരു പ്ലാന്റാണ് കേട്ടോ, ഒരു തരം ചെടിയാണത്. അപ്പോൾ അതിനെയൊക്കെ കൊത്തി തിന്നണതാണ് ഇവർ. അപ്പോൾ ഇന്ന് ലട്ട്ജീര ആണ് കൊത്തി തിന്നിരിക്കുന്ന തോന്നണത് എന്ന് പെൺകുരുവി പറഞ്ഞു. നമ്മൾ പറയില്ലേ, ഇന്ന് എന്താ കഴിച്ചിരിക്കണതാവോ, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കണമെന്നൊക്കെ പറയില്ലേ, അതുപോലെ ഒരു ടീസീണ പോലെ. ആദ്മി കി കുതിർത്തി ഖൂബ്സൂരത്തി ഢക്ക് ജോ ജാത്തി ഹെ. അപ്പോൾ എന്താ പറയണത്, കപ്പടെ പെഹൻ ലേനെ ബാദ്, വസ്ത്രം ഇട്ടതിൻ്റെ ശേഷം, ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആദ്മിക്ക് കുതിർത്തി ഖൂബ്സൂരത്തി, കുതിർത്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാച്ചുറലായിട്ടുള്ള, ഖൂബ്സൂരത്തി ഭംഗി. അപ്പോൾ മനുഷ്യരുടെ നാച്ചുറലായിട്ടുള്ള ആ ഭംഗി എന്താണ്, ഢക്ക് ജോ ജാത്തി ഹെ. ഢക്ക് ജോ ജാത്തി ഹെ പറഞ്ഞാൽ, ഢക്കനാന്ന് പറഞ്ഞാൽ കവറാവുക, കവറായി പോവുകയാണ് ചെയ്യുക എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഗൗറ ബോല, അപ്പോൾ ആൺകുരുവി ഇങ്ങനെ പറഞ്ഞു. അബ് തൂ ഹി സോച്ച്, അപ്പോൾ ആൺകുരുവി പറഞ്ഞു എന്നിട്ട്, അപ്പം നീ തന്നെ വിചാരിച്ചോ, അഭി തോ തെരി സുഘട് കായ ഏക് കട്ടാവ് മേരെ സാമനെ ഹെ. ഇപ്പം നിൻ്റെ സുഘട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സുന്ദരമായിട്ടുള്ള, കായ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരീരം. ഇപ്പം നിൻ്റെ സുന്ദരമായിട്ടുള്ള ശരീരത്തിൻ്റെ ഏക് കട്ടാവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രൂപം, രംഗം, ആകാർ, ഷേപ്പ് എന്നൊക്കെ പറയുന്നത്. അങ്ങനെ ഓരോരോ അംഗങ്ങളും എന്താണ് മേരസിലുണ്ട് ഇപ്പോൾ. റോവേ റോവേ കി രംഗത്ത് മേരി ആംഖോ മേ ചമക് രഹി ഹെ. റോവേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ ഭാഗം എന്നാണ് പറയണത്. റോവേ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വാസ്തവത്തിൽ നമ്മളിങ്ങനെ ഇങ്ങനെ രോമാഞ്ചമായിട്ട് ഇങ്ങനെ എണീറ്റ് നിൽക്കില്ലേ, അതിന് പറയും നമ്മൾ പൊതുവെ. അപ്പം അങ്ങനെ ഓരോ ഭാഗവും അതിൻ്റെ കളറ്, രംഗത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കളറ് എൻ്റെ കണ്ണിൻ്റെ മുന്നിൽ തന്നെ ചമക് രഹി ഹെ, അത് തിളങ്ങുന്നുണ്ട് ഇപ്പോൾ. अब अगर तो मनुष्य की तरह खुद को सरापा टक ले, सारी खूबसूरती ओचल हो जाएगी. अब अगर तू मानुष की तरह, മാനുസ് എന്ന് ആരെയാണ് ഉദ്ദേശിക്കുന്നത് ഇവിടെ, മനുഷ്യൻ. ഇനിയിപ്പം നീ മനുഷ്യനെ പോലെ खुद സറാപ്പ ടക്ലെ തോ, സറാപ്പാണ് സിർ സെ പാവ് തക് പെഹന്നെ വാല വസ്ത്രം. പറഞ്ഞ തല തൊട്ട് കാല് വരെ ഇടുന്ന ഒരു വസ്ത്രത്തിൻ്റെ പേരാണ്, അതിനെയാണ് സറാപ്പ എന്ന് പറയുന്നത്. അത് എന്തും ആവാം, അതിനെ സറാപ്പ എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിന്നെ തന്നെ ഇനിയിപ്പോൾ സറാപ്പ അങ്ങനെ ഒരു വസ്ത്രം ഇട്ട് മൂടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഢക്കന എന്ന് പറഞ്ഞാൽ അതിനെ കവർ ചെയ്യുക, മൂടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തെരി സാരി ഖൂബ്സൂരത്തി ഓച്ചലോ ജായി, നിൻ്റെ എല്ലാ ഭംഗിയും അങ്ങോട്ട് അപ്രത്യക്ഷമായി പോകും. ഓച്ചലോ എന്ന് പറഞ്ഞാൽ ഡിസപ്പിയർ, അപ്രത്യക്ഷമായി പോകും. കി നഹി, ഇല്ലേ എന്ന് ചോദിക്കുകയാണ്. ആരാണിത് ചോദിക്കുന്നത്, ആൺകുരുവി പെൺകുരുവിയോട് ചോദിക്കുകയാണ്. കപ്പടെ കേവൽ അച്ഛാ ലഗ്നെ കെ ലിയെ നഹി, ഗൗരിയ ബോലി. അപ്പോൾ പെൺകുരുവി പറഞ്ഞു, വസ്ത്രം കാണാൻ നന്നായിട്ട് ഉണ്ടാവാൻ മാത്രം അല്ല, മൗസം കി മാർ സെ ബച്ചനെ കെ ലിയെ ബി പെഹൻതാ ഹെ ആദ്മി. പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ്, മൗസം എന്ന് പറഞ്ഞാൽ കാലാവസ്ഥയുടെ ബുദ്ധിമുട്ടുകളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുമാണ് മനുഷ്യർ വസ്ത്രം ധരിക്കുന്നത് എന്ന് പെൺകുരുവി പറഞ്ഞു. തൂ സമസ്തി നഹി, നിനക്ക് മനസ്സിലാവില്ല. ഗൗര ഹസ്കർ ബോല, ആൺകുരുവി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. കപ്പടെ പെഹൻകർ ജാഡ ഗർമി ബർസാത്ത് സെഹ്നേക്ക് ഉൻകി സക്കത്ത് ബി ജാത്തി രഹി ഹെ. അപ്പോൾ എന്താ പറയണത്, ജാഡ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിൻ്റർ കേട്ടോ, ഗർമി സമ്മർ അറിയാലോ, ബർസാത്ത് മഴക്കാലം. സക്കത്ത് എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്, ശക്തി തന്നെയാണ് കേട്ടോ, ശക്തി തന്നെയാണ് സക്കത്ത് എന്ന് പറയുന്നത്. അപ്പോൾ എന്താ പറയണത് ഈ ആൺകുരുവി, ഈ കപ്പടെ പെഹൻകർ, ഈ വസ്ത്രം ഇട്ടിട്ട് ഡ്രസ്സ് ഇട്ടിട്ട് ഇവർക്ക് വിൻ്ററും സമ്മറും അല്ലെങ്കിൽ റെയിനി സീസൺ ഇതൊക്കെ സഹിക്കാനുള്ള ഇവരുടെ ശക്തിയൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്. ഓർ ഇസ് കപ്പടെ മേ ബഡാ ലഫ്ഡ ബി ഹെ. പിന്നെ ഈ വസ്ത്രത്തിൽ എന്താണ്, ഭയങ്കര ലഫടയാണ്. ലഫട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ഹിന്ദിയിൽ തന്നെ ജഞ്ചട്ട് എന്ന് പറയും, അല്ലെങ്കിൽ ഉൽझन എന്ന് പറയും. പറഞ്ഞാൽ ഇതൊരു കുഴപ്പം പിടിച്ചതാണ്, ഇതൊരു കുഴപ്പം പിടിച്ച കാര്യമാണ്. കപ്പട പെഹൻത്തെ ഹി പെഹന്നെ വാലേക്ക് ഓക്കാത്ത് പത്താ ചൽ ജാത്തി ഹെ. എന്താ പറയണത്, വസ്ത്രം ധരിച്ച ഉടനെ തന്നെ ആ ധരിക്കുന്ന ആളുടെ ഓക്കാത്ത് പറഞ്ഞാൽ അവരുടെ കപ്പാസിറ്റി, എബിലിറ്റി അത് നമുക്ക് മനസ്സിലാവും.
ഒരാൾ ധരിക്കണ വസ്ത്രത്തിൽ നിന്നല്ലേ നമ്മൾ ഇയാൾ റിച്ചാണ്, അല്ലെന്നുണ്ടെങ്കിൽ പുവറാണ്, അല്ലെങ്കിൽ മിഡിൽ ക്ലാസ് ആണ് എന്നൊക്കെ കണക്ക് കൂട്ടുക. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ആദ്മി ആദ്മി കി ഹൈസിയത്ത് മേ ഭേദ് പൈദാ ഹോ ജാത്താ ഹേ. ഹൈസിയത്ത് എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സ്റ്റേറ്റസ്, ഭേദ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിഫറൻസ്, വ്യത്യാസം. മനുഷ്യർ തമ്മിലുള്ള പറഞ്ഞാൽ മനുഷ്യരുടെ സ്റ്റേറ്റസിൽ ഉള്ള വ്യത്യാസങ്ങൾ എല്ലാം ഇവിടെ ഈ വസ്ത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എന്നാണ് പറയുന്നത്. फिर भी आदमी कपड़ा पहनने से बाज नहीं आता. ബാജ് നെഹി ആന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, അതൊരു മുഹാവര തന്നെ കേട്ടോ, അതൊരു ഈഡിയമാണ്. പറഞ്ഞാൽ ബുരി ആദത്ത് നെഹി ചോടന, പറഞ്ഞാൽ നന്നല്ലാത്ത സ്വഭാവങ്ങൾ വിടാണ്ടിരിക്കുക, പറഞ്ഞാൽ അത് അങ്ങനെ ഫോളോ ചെയ്യുക, അതിനെയാണ് ബാജ് നെഹി ആന എന്ന് പറയുക. പറഞ്ഞാൽ നമ്മൾ പഠിക്കില്ല എന്നാലും പഠിക്കില്ല എന്ന് പറയില്ലേ, അതാണ് ഉദ്ദേശിക്കുന്നത് ഇവിടെ. ഫിർ ബി ആദ്മി കപ്പട പെഹന്നെ സെ ബാജ് നഹി ആത്ത, എന്നാലും മനുഷ്യർ വസ്ത്രം ധരിക്കുന്ന ആ വേണ്ടാത്ത സ്വഭാവം നിർത്തില്ല എന്നാണ് പറയണത്. ആരാ പറയണത്? ഗവരിയ ബോലി, പെൺകുരുവി പറഞ്ഞു. നിത്ത് നയ നയ ലിബാസ് സിൽവാത്ത രഹത്ത ഹെ. നിത്യവും എന്നും പുതിയ പുതിയ ലിബാസ് എന്ന് പറഞ്ഞാൽ ഡ്രസ്സ്, ഡ്രസ്സുകൾ തയ്പ്പിച്ചുകൊണ്ടിരിക്കും. നിര പോങ്കാപ്പൻ ഹെ. നിര എന്ന് പറഞ്ഞാൽ തികച്ചും, നിറഞ്ഞ എന്ന് പറയില്ലേ, ഇത് തികച്ചും. പോങ്കാപ്പൻ എന്ന് പറഞ്ഞാൽ തമാശ, പ്രാങ്ക് എന്ന് പറയില്ല, തന്നെയാണ് ഇത് തികച്ചും തമാശയാണ്. ഗവര ബോല, ആൺകുരുവി പറഞ്ഞു. പിന്നെ ആൺകുരുവി എന്താ പറയണത്? आदमी तो फ़कत लाज ही नहीं ढकता, हाथ पैर जो चलने फिरने काम करने के वास्ते है उन्हें भी दस्ताने और मोजे से ढक लेता है. ലിബാസ് എന്ന് പറഞ്ഞാൽ ഡ്രസ്സ് പറഞ്ഞല്ലോ അത്. പിന്നെ ഫക്കത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേവലം, മാത്രം എന്ന് പറയില്ലേ, അതിനാണ് പറയാം. ലാജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷർം എന്ന് പറയാം ഹിന്ദിയിൽ, ഷെയിം. ഢക്കന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കവർ ചെയ്യുക. പിന്നെ അടുത്ത ലൈനിൽ നോക്ക്, ദസ്താനെ, ഉനേ ഭി ദസ്താനെ ഓർ മോജെ. ദസ്താനെ എന്ന് പറഞ്ഞാൽ ഗ്ലൗസ് കേട്ടോ, കയ്യിലിടുന്ന ഗ്ലൗസ്. മോജെ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സോക്സ്. അപ്പോൾ ഇനി ഈ സെൻറ്റൻസിൻ്റെ അർത്ഥം നോക്കാം. അപ്പോൾ ഈ പറയാണ്, മനുഷ്യർ ലിബാസ് ഫക്കത്ത് ലാജ്ഹിൻ ഹിഡക്ത, ഡ്രസ്സ് കൊണ്ട് കേവലം നമുക്ക് പറഞ്ഞാൽ ഷെയിം ആയിട്ടുള്ള കുറച്ച് കാണാൻ നാണക്കേട് തോന്നുന്ന ഭാഗങ്ങൾ മാത്രമല്ല കവർ ചെയ്യണത്. പിന്നെന്താണ്? ഹാത്ത് പേർ ജോ ചലനെ ഫിർനെ, കയ്യും കാലും, നടക്കാനുള്ള കാലും. പിന്നെന്താണ്? കാം കർണിക്ക് വാസ്തേ ഹെ, പിന്നെ കൈ പണി ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് ഉള്ളത്. ഉനേ ഭി, അതിനെയും കാലിനെയും കയ്യിനെയും ദസ്താനെ ഓർ മോജേസെ ഢക്കലേത്ത ഹെ, ഗ്ലൗസും സോക്സും ഒക്കെ ഇട്ടിട്ട് അതിനെ അങ്ങോട്ട് മൂടി വെക്കും, അതിനെ അങ്ങോട്ട് കവർ ചെയ്ത് വെക്കും, മൂടി വെക്കും എന്നാണ് പറയണത്. സിർ പർ ലട്ടേ ഹെ, തലയിൽ മുടിയുണ്ട്. ലട്ടേന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? മുടിയാണ് കേട്ടോ. ഉനേ ബി ടോപ്പി സെ ഢക് ലേത്ത ഹെ, അതിനെയും ടോപ്പി ഇട്ടിട്ട് മൂടി വയ്ക്കും. അപ്പൻ തോ നംഗേ ഹി ഭലെ, നമ്മൾ നങ്ക തന്നെ ശരി, നമ്മൾ ഇങ്ങനെ തന്നെയാണ് നല്ലത് എന്ന് പറയുന്നത്. ഉൻകെ സിർ പർ ടോപ്പി കിത്നി അച്ചി ലഗ്തി ഹെ, ഗവറിയ ബോലി. അപ്പം പെൺകുരുവി പറഞ്ഞു അതിന് പിന്നെ ആഗ്രഹമാണ്, അവരുടെ തലയിൽ തൊപ്പിയിട്ടിട്ട് എന്ത് രസമായിരിക്കും കാണാൻ എന്ന് പറഞ്ഞു. മേരാ ബി മൻ ടോപ്പി പെഹന്നേക്ക കർത്താ ഹെ, എനിക്കും തൊപ്പി ഇടാൻ ആഗ്രഹം തോന്നുന്നു എന്ന് ഗവറിയ പറഞ്ഞു, പെൺകുരുവി പറഞ്ഞു. ടോപ്പി തൂ പായേഗി കഹാ സേ, ടോപ്പി നിനക്ക് എവിടെ നിന്നാണ് കിട്ടുക എന്ന് ചോദിച്ചു. ഗവര ബോല, ആൺകുരുവി ചോദിച്ചു. ടോപ്പി തോ ആദ്മിയോ കാ രാജ പെഹൻതാ ഹെ. അപ്പോൾ ടോപ്പി ആരാ ഇടുക? തൊപ്പി മനുഷ്യരുടെ രാജാവാണ് തൊപ്പി ധരിക്കുക. ജാൻതി ഹെ ഏക് ടോപ്പി കെ ലിയെ കിത്നോ കാ ടാട്ട് ഉലട്ട് ജാത്താ ഹെ. ടാട്ട് ഉലട്ട് ജാന എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതൊരു മുഹാവരൻ കേട്ടോ, ഒരു ഈഡിയമാണ്. അതിൻ്റെ അർത്ഥമാണ് ദീവാല നിക്കൽന, ദീവാല നിക്കൽന എന്ന് പറഞ്ഞിട്ടുണ്ട്. ഭയങ്കരമായിട്ട് എന്താ പറയുക, പാപ്പരാവുക, ഒന്നും ഇല്ലാണ്ടാവുക എന്നൊക്കെ പറയില്ലേ, അങ്ങനെ ഭയങ്കര താഴെ മേലെ ആവുക, അല്ലെങ്കിൽ ചില കാര്യത്തിന് ഉലട്ട് ജാന എന്ന് പറയും കേട്ടോ. അപ്പോൾ ഒരു തൊപ്പിക്ക് വേണ്ടിയിട്ട് എന്താ പറയുന്നത്, ഒരു തൊപ്പിക്ക് വേണ്ടിയിട്ട് എത്ര ആൾക്കാരുടെ ടാട്ട് ഉലട്ട് ജാത്താ ഹെ, പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഒന്നും ഇല്ലാണ്ടാവും, അല്ലെങ്കിൽ അവരൊക്കെ താഴെ മേലെ ആവും. എന്നാൽ ജറാസി ചൂക്ക് ഹുയി നെഹി കി ടോപ്പി ഉച്ചലിന് ദേർ നെഹി ലഗ്തി. ചൂക്ക് ഹോന എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും തെറ്റ് പറ്റുക. അപ്പോൾ ചെറിയൊരു തെറ്റ് പറ്റുക, ജറാസി പറഞ്ഞാൽ ഇത്തിരി അല്ലെങ്കിൽ ചെറിയൊരു തെറ്റ് പറ്റുക മതി, എന്താണ്? ടോപ്പി ഉച്ചലിനെ ദേർ നെഹി ലഗ്തി. ഉച്ചലന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചാടുക, തുള്ളുക എന്നൊക്കെയാണ്. പക്ഷേ ഇവിടെ എന്താണ്? തൊപ്പി തെറിക്കാൻ വലിയ നേരമൊന്നും ആവശ്യമില്ല എന്നാണ് പറയുന്നത്. ഇവിടുത്തെ അർത്ഥം വെച്ചിട്ട് തൊപ്പി തെറിക്കാൻ വലിയ നേരമൊന്നും ആവശ്യമില്ല, ചെറിയ എന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ അതാണ് തൊപ്പി എന്നാണ് പറഞ്ഞു കൊടുക്കണം, ഗുരു പറഞ്ഞു കൊടുക്കണം. അപ്നി ടോപ്പി സലാമത്ത് രഹേ ഇസി ഫിക്കർ മേ കിത്നോ കെ
കിത്നോക്ക് ടോപ്പി പെഹനാനി പടുത്തി ഹെ. സലാമത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സുരക്ഷിതമായിട്ടിരിക്കുക. നമ്മളുടെ സ്വന്തം തൊപ്പി സുരക്ഷിതമായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ആ ഫിക്കറിൽ അതിന് വേണ്ടിയിട്ട് എത്രയോ ആൾക്കാരെ ടോപ്പി പെഹനാനിപ്പെടുത്തി ഹെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ബേവക്ക് ബനാന, വിഡ്ഢിയാക്കുക എന്നൊക്കെയാണ് ഇവിടെ അർത്ഥം അതിൻ്റെ കേട്ടോ. ടോപ്പി പെഹനാനിപ്പെടുത്തി ഹെ. മേരി മാൻ തൂ ഇസ് ചക്കർ മേ പഠി മത്. പറഞ്ഞത് കേൾക്കുകയാണെന്നെങ്കിൽ നീ ഈ കുഴപ്പത്തിലൊന്നും പോയി കിടന്ന് ചാടണ്ട വെറുതെങ്കിലും. ഗൗറ ഥ തനിക്ക് സമസ്ദാർ. അപ്പോൾ ഈ ആൺകുരുവി എന്താണ്, കുറച്ച് അണ്ടർസ്റ്റാൻഡിങ് ആയിരുന്നു, അണ്ടർസ്റ്റാൻഡിങ് ആയിരുന്നു. ഇസ്ലിയെ ഷക്കി, അതുകൊണ്ട് എന്താണ്, അണ്ടർസ്റ്റാൻഡിങ് ആയതുകൊണ്ട് ഡൗട്ടും ഉണ്ട് ആൾക്ക്. ഇങ്ങനെ ആവോ അങ്ങനെ ആവോ, ഇങ്ങനെ കുറേ കാര്യങ്ങൾ എന്തൊക്കെയൊക്കെ അറിയാം എന്നൊക്കെ. ജബ്കി ഗവരിയ തീ ജിദ്ദി ഓർ ധുൻകി പക്കി. പക്ഷേങ്കിൽ പെൺകുരുവി എങ്ങനെയാണ്, ജിദ്ദി വാശിയാണ്, മാത്രമല്ല ധുൻകി പക്കി. ധുന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശബ്ദം, പറഞ്ഞ വാക്കിൽ നടത്തിയിട്ടേ ഇരിക്കുള്ളൂ എന്നുള്ള സ്വഭാവമാണ് പെൺകുരുവി. ഠാൻലിയ സോ ഠാൻലിയ. ഠാൻലിയ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിസൈഡ് ചെയ്യുക കേട്ടോ, തീരുമാനിക്കുക. തീരുമാനിച്ചു എന്തായാലും. ഉസ്കോ ഹി ജീവൻ കാ ലക്ഷ്യം മാൻ ലിയ. അതിന് തന്നെയാണ് ഇനി എൻ്റെ ജീവൻ്റെ ലക്ഷ്യമായിട്ട് ഞാൻ കണക്കാക്കിയിരിക്കുന്നത്. കഹാ ഗയാ ഹെ ജഹാ ചാഹ് വഹി റാഹ്. അപ്പോൾ പറഞ്ഞിട്ടുണ്ട്, ജഹാ ചാഹ്, എവിടെയാണ് ചാഹ് പറഞ്ഞാൽ ആംബിഷൻ, എവിടെയാണ് ആഗ്രഹം ഉണ്ടാകുക അവിടെ തന്നെ വഴി ഉണ്ടാവുക, അവിടെ എന്തെങ്കിലും വഴി കാണും തീർച്ചയായിട്ടും എന്ന് പറഞ്ഞു. വേർ ദർ ഈസ് എ വിൽ ദർ ഈസ് എ വേ എന്നൊക്കെ പറയില്ലേ, അതിനെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. മാമൂൽ കെ മുതാബിക് अगले दिन दोनों घूरे पर चुगने निकले. എന്നത്തെയും പോലെ, മാമൂൽ കെ മുതാബിക് എന്ന് പറഞ്ഞാൽ എന്നത്തെയും പോലെ, നെക്സ്റ്റ് ഡേ അഗ്ലേ ദിൻ രണ്ടുപേരും കൂടിയിട്ട് പിന്നെ ഗ്രൈൻസൊക്കെ കൊത്തി തിന്നാൻ വേണ്ടിയിട്ട് അവർ, ധാന്യങ്ങൾ കൊത്തി തിന്നാൻ വേണ്ടി അവർ പോയി. ഘൂരെ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വേസ്റ്റ് കേട്ടോ. ഈ വേസ്റ്റിൻ്റെയൊക്കെ കുറേ ഹീപ്പായിട്ട് കുറേ കൂട്ടിയിട്ടുണ്ടാവില്ലേ, കൂടേക്ക ഢേർ എന്ന് പറയാം, കൂടേക്ക ഢേർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കൂട്ടിയിട്ടുണ്ടാവില്ലേ, അതിനെയാണ് ഘൂരെ എന്ന് പറയാം. അപ്പോൾ അവിടെ പോയി. ചുക്തെ ഉസേ റുയിക്ക എക് ഫഹമില. അപ്പം അങ്ങനെ കൊത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എന്താണ്, റുയി എന്ന് പറഞ്ഞാൽ പഞ്ഞിയുടെ കുറച്ച് കഷ്ണങ്ങൾ, ഫാഹ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് കഷ്ണങ്ങൾ, കുറച്ച് പഞ്ഞി കിട്ടി. മിൽ ഗയാ. കിട്ടിപ്പോയി. പെൺകുരുവി പറഞ്ഞു. ഗവരിയ മാരെ ഖുഷിക്ക് ഘൂരെ പർ ലോട്ട്നെ ലഗി. അപ്പോൾ ഗവരിയ, ഈ പെൺകുരുവി നല്ല സന്തോഷത്തോടു കൂടിയിട്ട്, സന്തോഷം കൊണ്ട് ആ വേസ്റ്റിൻ്റെ അവിടെയൊക്കെ കിടന്ന് ഉരുളാൻ തുടങ്ങി. ലോട്ട്ന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉരുള, അവിടെ കിടന്ന് ഉരുളാൻ തുടങ്ങി. കാരണം അവൾക്ക് വേണ്ട കാര്യം കിട്ടി. അരേ ക്യാ മിൽ ഗയാ രേ, ഗൗരനെ ചിഹാക്കർ പൂച്ച. അരേ എന്ന് പറഞ്ഞാൽ നമ്മൾ എടി എന്നൊക്കെ വിളിക്കില്ലേ, അതിനെയാണ് അരേ എന്ന് പറയുക കേട്ടോ. ക്യാ മിൽ ഗയാ രേ, എന്താടാ കിട്ടിയത്. ഗൗര, ആൺകുരുവി, ചിഹാക്കർ പൂച്ച, ഭയങ്കര ആശ്ചര്യത്തോടു കൂടി ചോദിച്ചു. ചിഹാക്കർ എന്ന് പറഞ്ഞാൽ ചോക്കണ എന്ന് പറയാം, ആശ്ചര്യപ്പെടുക, ചോദിച്ചു. മിൽ ഗയാ ടോപ്പി കാ ജുഗാഡ് മിൽ ഗയാ. കിട്ടിപ്പോയി. ടോപ്പി കാ ജുഗാഡ് എന്ന് പറഞ്ഞാൽ ഒരു ഉപായം എന്ന് പറയാം, സൊല്യൂഷൻ. അപ്പോൾ ടോപ്പി ഉണ്ടാക്കാനുള്ളൊരു ഉപായം കിട്ടിപ്പോയി. ഗവരിയാനെ ഗവരയ്ക്ക് സാമനെ റുയി കാ ഫാഹ ധർ ദിയ. അപ്പോൾ ഈ കുരുവി ഗവരയ്ക്ക് സാമനെ, ഈ ആൺകുരുവിയുടെ അടുത്ത് വന്ന് ആ പഞ്ഞി ഇല്ലേ അതിനെങ്ങനെ കാണിച്ചു. എനിക്ക് ഇത് കിട്ടിയെന്ന് പറഞ്ഞിട്ട്. ഫാഹ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പഞ്ഞിയുടെ പീസുകൾ, കഷ്ണങ്ങൾ. അപ്പോൾ അത് ധർദിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാ കിട്ടി പറഞ്ഞിങ്ങനെ തലയിലൊക്കെ വെച്ച് കാണിക്കില്ലേ, ഇതാ ഇങ്ങനെ ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കാണിച്ചു. തേരെ ജേസാ ഹി എക് ബാവറ ഓർ ഥാ, ഗവറ ബോല. അപ്പോൾ ഈ ആൺകുരുവി പറഞ്ഞു, നിന്നെപ്പോലെ തന്നെ ഒരു പ്രാന്തൻ, ഇനിയൊരു പ്രാന്തൻ ഉണ്ടായിരുന്നു. ബാവറ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വാട്ട് പ്രാന്ത് എന്നൊക്കെ പറയില്ലേ, അതന്നെയാണ് പാഗൽ എന്നൊക്കെ പറയാം. അപ്പോൾ रास्ता चलते उसे अचानक एक दिन पड़ा हुआ चाबुक मिल गया. അങ്ങനെ പോയി ഇങ്ങനെ വഴിയിൽ നടക്കുമായിരുന്നു. അപ്പോൾ ഒരു കഥ പറഞ്ഞു കൊടുക്കുകയാണ് ആൺകുരുവി. പോയി എന്താണ്, ഒരു ദിവസം അവന് ചാബുക്ക് മിൽ ഗയ. ചാബുക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചാട്ടവാർ എന്നൊക്കെ പറയില്ലേ, ഈ കുതിരകളിയും പിന്നെന്താണ് കാളവണ്ടിയിലൊക്കെ നമ്മൾ ഉപയോഗിക്കില്ലേ ഇങ്ങനെ അടിക്കാൻ വേണ്ടിയിട്ട്, അതാണ് ചാബുക്ക് കേട്ടോ. ചാബുക്ക് ഥാ ബടാ ഉംദ ഓർ ലച്ചക്ദാർ. ചാബുക്ക് എങ്ങനെയായിരുന്നു, ഉംദ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലത്, വളരെ നല്ലത്. ലച്ചക്ദാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഫ്ലെക്സിബിൾ ആയിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ ഫ്ലെക്സിബിൾ. ഉംദ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നല്ലത്, അച്ഛവല അല്ലെങ്കിൽ ബഡിയ എന്നൊക്കെ പറയാം. അപ്പോൾ അത് വളരെ നല്ലതും ഫ്ലെക്സിബിൾ ബുക്ക്. കിസി ഗുഡ്സവാർക്ക് ഹാത്ത് ചൂട്ട്കർ ഗിർ ഗയാ ഹോഗ. ഏതോ ഒരു കുതിര വണ്ടിക്കാരൻ്റെ കയ്യിൽ നിന്ന് അറിയാതെ വീണു പോയതാവാം എന്ന് പറയണേ. ചാബുക്ക് ഹാത്ത് ലഗ്തേ ഹി വഹ ബാവറ ചീക്കനെ ലഗാ. അപ്പോൾ ഈ ചാബുക്ക് കയ്യിൽ കിട്ടിയതും ആ പ്രാന്തൻ അവൻ നിലവിളിക്കാൻ തുടങ്ങി. ചീക്കണ പറഞ്ഞാൽ നിലവിളിക്കുക.
चाबुक तो मिल गया, बाकी बचा 3, घोड़ा लगाम ജീൻ. അപ്പം എന്താ പറയണത്, ചാബുക്ക് കിട്ടി, ചാട്ടവാർ എന്തെങ്കിലും കൈ കിട്ടി, അടിക്കാനുള്ള സാധനം കൈ കിട്ടി. ഇനി ബാക്കി എത്ര എണ്ണം, ബാക്കി 3 എണ്ണം. ഘോഡ ലഗാം ജീൻ. ഈ ലഗാം എന്ന് വെച്ചാൽ എന്താ അറിയോ, ആ മൂക്കിൽ കൂടി ഒരു ബെൽറ്റ് പോലെ ഒരു സാധനം ഇടില്ല, ഇങ്ങനെ മൂക്കിൽ കൂടി ഇട്ടിട്ട് എടുക്കും, അതിനെ കൺട്രോൾ ചെയ്യാനുള്ള സാധനം, അതാണ് ലഗാം. ജീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ക്യാമലായാലും പിന്നെ കുതിര ആയാലും ഇതിൻ്റെയൊക്കെ ആ മുതുകുമേലെ ഒരു സാധനം വെക്കും ഇങ്ങനെ, നമ്മൾക്ക് ഇരിക്കാനോ അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും സാധനങ്ങൾ ഭാരം വെക്കാനോ വേണ്ടിയിട്ടൊരു സാധനം വെക്കും, അതിനെയാണ് ജീൻ എന്ന് പറയുക കേട്ടോ. പറഞ്ഞാൽ അതിൻ്റെ സ്കിന്നിൻ്റെ മേലെ ഡയറക്റ്റായിട്ട് നമ്മൾ വെക്കില്ലല്ലോ, വെച്ചാൽ നിൽക്കില്ലല്ലോ, അത് ഗ്രിപ്പ് കിട്ടില്ലല്ലോ, അതിനു വേണ്ടി വെക്കണം, അതിനെയാണ് ജീൻ എന്ന് പറയുക. പറഞ്ഞാൽ കിസി ജാൻവർ के पीठ पर सवारी करने के लिए नहीं तो बोझ उठाने के लिए पहनाने वाली चीज़ എന്ന് പറയും. കിസി ജാൻവർക്ക് പീഠ് പർ, ഏതെങ്കിലും മൃഗത്തിൻ്റെ മേലെ, പീഠ് പറഞ്ഞാൽ മുതുകിൻ്റെ മേലെ സവാരി ചെയ്യാൻ, സവാരി കർണേ കെ ലിയെ നെയ് തോ ബോജ് ഉഠാനെ കെ ലിയെ, പറഞ്ഞാൽ ഭാരം എടുക്കാൻ വേണ്ടിയിട്ട്, പെഹനാനെ വാലി ചീസ്, അതിൻ്റെ മേലെ വെക്കുന്ന ആ സാധനത്തിനാണ് ജീൻ എന്ന് പറയുക. അപ്പം എന്താ പറയണത്, ശരിക്കും വട്ടല്ലേ കാണിക്കണത്. അപ്പോൾ ഇത് കിട്ടി, ചാബുക്ക് കിട്ടി, ഇനി കുതിരയെ കിട്ടണം, ലഗാം കിട്ടണം, പിന്നെ ജീൻ കിട്ടണം, ഈ 3 സാധനം എനിക്ക് കിട്ടണ്ടോ, ഇത് കിട്ടി എന്നാണ് പറയണത്. അപ്പോൾ അതുപോലെയായി നിൻ്റെ കാര്യം എന്നാണ് ആൺകുരുവി പെൺകുരുവിയോട് പറയണത്. അവ ഈ തീനോത്തോ രാസ്തേ മേ പടേ മിൽനെ സേ രഹേ. ഇനിയിപ്പോൾ ഇത് 3 ഇങ്ങനെ വഴിയിൽ നിന്ന് കിട്ടാൻ പോകണോ, മറ്റേത് കിട്ടിയ പോലെ. സബ് കാം ധന്ദ ചോട് വഹ ഭാവ്ര താ ഉമ്ര യഹ രട്താ രഹ. അപ്പോൾ ആ ഭട്ടൻ എന്താ ചെയ്തിട്ടുണ്ടായിരുന്നത്, അവൻ സബ് കാം ധന്ദ ചോട്, എല്ലാ പണികളും വിട്ടിട്ട്, വഹ ഭാവര, അവൻ താ ഉമ്ര പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുഴുവൻ, ജീവിതം മുഴുവനും, സാരി ഉമ്ര എന്ന് പറയാം, ജീവിതം മുഴുവനും, യഹ രട്താ രഹ, രട്ടന എന്ന് പറഞ്ഞാൽ ഒരു ബൈഹാട്ട് ചെയ്യുക, അങ്ങനെ വെറുതെ പറയുക, അങ്ങനെ അത് പറഞ്ഞുകൊണ്ടിരുന്നു. എന്താ പറഞ്ഞുകൊണ്ടിരുന്നത്, ബാക്കി ബച്ചാ 3 ഘോഡ ലഗാം ജീൻ, ബാക്കി ബച്ച 3 ഘോഡ ലഗാം ജീൻ എന്ന് പറഞ്ഞുകൊണ്ടേയിരുന്നു. ഇത് കിട്ടി, ഇനി ഇത് 3 കിട്ടണമെന്ന്. ഗൗര ഉസെ സംജാത്തെ ഹുയെ ബോല. അപ്പോൾ ഈ ആൺകുരുവി ഈ പെൺകുരുവിയെ മനസ്സിലാക്കിക്കൊണ്ട് പറഞ്ഞു കൊടുത്തു, ഇസ് റുയി കെ ഫാഹെ സെ ലേക്കർ ടോപ്പി തക് കാ സഫർ തുझे കുച്ച് അത്താ പത്താ ഹേ. ഈ റുയി പഞ്ഞി, ഈ പഞ്ഞിയുടെ തുണ്ടിന്ന് ഈ തുടങ്ങിയിട്ട് ടോപ്പി തക്ക സഫർ, ടോപ്പി വരെ ഉള്ള സഫർ എന്ന് പറഞ്ഞാൽ ജേർണി, യാത്ര, ആ യാത്ര നിനക്ക് തുझे കുച്ച് അത്താ പത്താ ഹേ, അത് അറിയോ അതിൽ എന്ന് ചോദിച്ചു. ബസ് ദേഖ്തേ ജാവോ, നീ നോക്കിക്കോ ഇനി. അബ് കേസെ ബൻതി ഹെ ടോപ്പി, ഇനി എപ്പോൾ എങ്ങനെ ടോപ്പി ഉണ്ടാക്കുന്നത് നോക്കിക്കോ. ഗവരിയ റുയി കാ ഫാഹാ ലിയെ ഏക് ദുനിയ കെ പാസ് ചലി ഗയി ഓർ ബഡേ മുൻഹ. അപ്പോൾ ഈ പെൺകുരുവി എന്താ ചെയ്തത്, റുയി കാ ഫാഹാ ലിയെ, അതിൻ്റെ പഞ്ഞി കഷ്ണം എടുത്തുകൊണ്ട് ഒരു ദുനിയ കെ പാസ് ചലി ഗയി. ദുനിയ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്താണ് ഇവിടെ, ഇത് മറ്റേ ധാട്ടോ, ധനുഷിൻ്റെ ധാണിത്, നമ്മൾ വേറെ ഒരു ധാ എഴുതില്ലേ, ദവാത്ത്, ആ ദുനിയ പറഞ്ഞാൽ ലോകം, ഈ ദുനിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വുള്ളൻ്റെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കില്ലേ, ആ ഉണ്ടാക്കണ ആളെയാണ് ദുനിയ എന്ന് പറയുക കേട്ടോ. പ്രത്യേകിച്ച് വുള്ളൻ്റെ സാധനങ്ങൾ, വൂള് കൊണ്ടും പഞ്ഞി കൊണ്ടൊക്കെ ഇങ്ങനെയുള്ള വിൻ്ററിന് വേണ്ട സാധനങ്ങൾ ഉണ്ടാക്കണത്. അപ്പോൾ ആ മനുഷ്യൻ്റെ അടുത്തേക്ക് പോയി. പിന്നെ എന്ത് ചെയ്തു, ഒർബടി മനുഹാർ സെ ബോലി. മനുഹാർ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വളരെ പൊളൈറ്റായിട്ട്, വളരെ പ്ലീസിങ് ആയിട്ട്, നന്നായിട്ട് പറഞ്ഞു അയാളുടെ അടുത്ത്. മനാന എന്നൊക്കെ പറയാം, മനുഹാർ എന്ന് പറഞ്ഞാൽ നന്നായിട്ട് അയാളുടെ അടുത്ത് പറഞ്ഞു. ദുനിയ ഭയ്യ ഇസ് റുയി കാ ഫാഹേക്കോ ധുന്ദു. ദുനിയ ഭയ്യ ഈ പഞ്ഞി കഷ്ണം കൊണ്ട് ധുന്ദു എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനെ കൊണ്ട് ഉണ്ടാക്കുക. ദുന്ന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പഞ്ഞി കൊണ്ട് അതിനെ പിന്നെ മാറ്റി ഇങ്ങനെ നൂലൊക്കെ പോലെ ആക്കി അതിനുകൊണ്ട് ഉണ്ടാക്കില്ലേ, അതിനാണ് ദുന്ന എന്ന് പറയുക കേട്ടോ, ഉണ്ടാക്കുമെന്ന് പറഞ്ഞു. ദുനിയ ബേച്ചാര ഭൂടാത്ത, ഈ ദുനിയ വയസ്സായ ആളായിരുന്നു, അയാൾ വൃദ്ധനായിരുന്നു. ജാടേക്ക മോസം താ, ജാട എന്ന് പറഞ്ഞാൽ സർദി, വിൻ്റർ ആയിരുന്നു, വിൻ്ററിൻ്റെ സമയമായിരുന്നു. അപ്പോൾ ഉസ്കെ തർ വർഷോം പുരാനി താർ താർ ഹോ ചുക്കി ഏക് മിർജയി പടി ഹുയി തീ. അയാളുടെ തൻപർ, അയാളുടെ ശരീരത്തിൽ എന്താണ്, വർഷവും പുരാനി, കുറേ വർഷങ്ങൾ പഴക്കമുള്ള താർ പറഞ്ഞാൽ നൂല് പോലെ ആയിട്ടുള്ള ഒരു വസ്ത്രം, മിർജയി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കപ്പട എന്ന് പറയാം, ഒരു വസ്ത്രം ഇട്ടിട്ടുണ്ടായിരുന്നു അയാൾ. വഹ കാംത്തെ ഹുയെ ബോല, അയാൾ ഭയങ്കര വിറച്ചുകൊണ്ട്, കാമ്പര എന്ന് പറഞ്ഞാൽ വിറച്ചുകൊണ്ട് പറഞ്ഞു, തു ജാത്തി ഹെ കി നഹി, നീ ഇവിടുന്ന് പോകണുണ്ടോ ഇല്ലേ എന്ന് ചോദിച്ചു.
ആരോടെ ചോദിച്ചു? പെൺകുരുവിയോട്. ദേഖ്തി നഹി അഭി മുझे രാജാജി കെ ലിയെ രജായി ബനാനി ഹെ. നിനക്ക് കാണുന്നില്ല ഇവിടെ, എനിക്കിപ്പോൾ രാജാജിക്ക് വേണ്ടിയിട്ട്, രാജാവിന് വേണ്ടിയിട്ട് രജായി ഉണ്ടാക്കണം ഇവിടെ. രജായി എന്ന് വെച്ചാൽ എന്താണ്? ഈ വിൻ്ററിലൊക്കെ നമ്മൾ പുതയ്ക്കാനുള്ള ഒരു പുതപ്പാണ്, ഭയങ്കര കട്ടിയുള്ള. പറഞ്ഞാൽ ഒരു തിന്നായിട്ടുള്ളൊരു ബെഡ് എങ്ങനെ ഉണ്ടാവും അതുപോലെ ഉണ്ടാവും അത് കാണാൻ. ബെഡ് നിങ്ങൾക്കറിയാമല്ലോ, കോസറി അറിയാമല്ലോ, പക്ഷെ അത് കുറച്ച് തിന്നായിട്ടാണെന്നുണ്ടെങ്കിൽ എങ്ങനെ ഉണ്ടാവും അതുപോലെ ഉണ്ടാവും. പക്ഷെ അത് കാണുമ്പോൾ ബെഡ് തോന്നും, അങ്ങനെയല്ല. പക്ഷെ അത് നമ്മൾ ഭയങ്കരമായിട്ടുള്ള തണുപ്പുള്ള സമയത്ത് പുതയ്ക്കാനതാണ്, അതിന് രജായി പറയും. ബ്ലാങ്കറ്റ് അല്ല കേട്ടോ, ബ്ലാങ്കറ്റ് കമ്പിളി വേറെ, രജായി വേറെ. പക്ഷെ രണ്ടിൻ്റെയും പർപ്പസ് ഒന്ന് തന്നെയാണ്. एक तो यहाँ का राजा ऐसा है जो चाम का दाम चलाता है. चाम का दाम അതൊരു മുഹാവരയാണ്, ഇഡിയമാണ്. ചാം കാ ദാം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരവർ പറഞ്ഞതേ നടക്കണം എന്നുള്ളത്. പറഞ്ഞാൽ അവരവർ പറഞ്ഞത് എല്ലാവരും കേൾക്കണം. അപ്ന ഹുക്കും ചലാന എന്ന് പറയാം ഹിന്ദിയിൽ. അപ്ന ഹുക്കും ചലാന, ഹുക്കും എന്ന് പറഞ്ഞാൽ കമാൻഡ്, അവരവർ പറഞ്ഞത് കേൾക്കണം എല്ലാവരും. അപ്പോൾ ഏക് തോ യഹാ കാ രാജ ഐസാ ഹൈ, ഒന്നാമത് ഇവിടുത്തുള്ള രാജാവ് എങ്ങനെ വെച്ചാൽ അവർ പറഞ്ഞത് അപ്പം കേൾക്കണം, നമ്മളത് കേട്ടേ പറ്റും, അങ്ങനെയുള്ള രാജാവാണ്. ഊപ്പർ സേ തു ആ ഗൈ ഫോക്കറ്റ് കി റുയി ധുൻവാനെ, അതിൻ്റെ മേലെ നീ ഫ്രീയിൽ ഇതിനെ പഞ്ഞി കൊണ്ട് അത് ഉണ്ടാക്കിപ്പിക്കാൻ വേണ്ടി നീ വന്നിരിക്കണത് എന്ന് പറയുന്നത്. ഫോക്കറ്റ് എന്ന് പറഞ്ഞാൽ ഫ്രീ, മുഫ്തിൽ എന്നൊക്കെ പറയില്ലേ, മുഫ്ത്. ഉജ്ര ന കരോ ഭയ്യ. ഉജ്ര എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒബ്ജക്ഷൻ, എത്രാജ് എന്ന് പറയും ഹിന്ദിയിൽ, എത്രാജ് എന്ന് പറയുക. അങ്ങനെ പറയരുത് ഭയ്യ എന്ന് പറഞ്ഞു. പറഞ്ഞാൽ അങ്ങനെ ഇല്ല എന്ന് പറയരുത്. ഗവറിയ ബോലി, ഈ പെൺകുരുവി പറഞ്ഞു. മേ തുമേ പൂരി ഉജ്രത്ത് ദൂങ്കി. ഉജ്രത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്താണ്? നമ്മൾ വേജ് അല്ലെങ്കിൽ കൂലി എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ സാലറി, കൂലി, ഫീസ് എന്ത് വേണോ പറയാം അതിനെ. ഇവിടെ എന്താണ്? ഇത് ചെയ്യണതിൻ്റെ കൂലി, അവൾക്കത് ഉണ്ടാക്കി കൊടുക്കണതിൻ്റെ കൂലി. അപ്പോൾ നിനക്ക് ഞാൻ എത്ര വെച്ച മുഴുവൻ തരാം ഞാൻ. ഇസെ ധുന്തോ, ഇതുകൊണ്ട് ചെയ്തതാ എനിക്ക്. ഭയ്യ ആദാ തൂലേലെ ആദാ മേലേ ലൂങ്കി. പാതി നീ എടുത്തോ, പാതി ഞാൻ എടുത്തു. ദുനിയാക്കോ അപ്പനി ജിന്ദഗി മേ ആസ് തക് ഇത് മജൂരി കഭീ ന മിലി തീ. അപ്പോൾ എന്താ പറയണത്? ഈ ദുനിയാക്ക് ഇയാൾക്ക് അയാളുടെ ലൈഫിൽ ഇതുവരെ ഇത്ര നല്ലതായിട്ട് പറഞ്ഞ ചെയ്തതിന് കൂലി കിട്ടിയിട്ടില്ല എന്നാണ് പറയുന്നത്. ഖരി മജൂരി എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, മജൂരി എന്ന് പറഞ്ഞാൽ മസ്ദൂരി എന്നാണ് ശരിക്കും വേർഡല്ലേ, അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. പറഞ്ഞാൽ വേജ്, പറഞ്ഞ കൂലി എന്താ വെച്ചാൽ അതിൽ പ്രതിഫലം. ഖരി എന്ന് പറഞ്ഞാൽ ട്രൂ വേജ്, ഖരി മജൂരി ട്രൂ വേജ് പറഞ്ഞാൽ ശരിയായിട്ടുള്ള, അതിന് തക്കതായിട്ടുള്ള പ്രതിഫലം അദ്ദേഹത്തിന് ഇന്നേ വരെ കിട്ടിയിട്ടില്ല എന്നാണ് പറയണത്. ഈ പെൺകുരുവി കൊണ്ടുവന്ന പഞ്ഞിയിൽ പാതി നീ എടുത്തോ, പാതി ഞാൻ എടുക്കാം എന്നാണ് കണ്ടീഷൻ അവിടുത്തെ, അല്ലേ? അപ്പോൾ ഈ ദുനിയയ്ക്ക് ഭയങ്കര സന്തോഷമായി. കാരണം അതിന് പാതി കിട്ടണമെന്ന് പറഞ്ഞാൽ പണിയൊന്നും ഇല്ലാനോ എന്നാലേ, അല്ലേ? വളരെ ചെറിയ കുറച്ച് നേരത്തെ പണിയേ ഉള്ളൂ. അപ്പോൾ സന്തോഷമായി. അപ്പോൾ 16 അനെ മേ 8 അനെ മജൂരി തോ ഇസ്കെ ലിയെ സപ്ന തി. അപ്പോൾ 16 അണയിലെ മജൂരി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂലി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ സ്വപ്നമായി. ജട്ട് തയ്യാർ ഹോ ഗയ, തയ്യാറായി. ഈ കുരുവിക്ക് അത് ചെയ്തു കൊടുക്കാൻ തയ്യാറായി. ഘർ ഛോ ഘർ താന്തി ബജൂട്ടി. അതിൻ്റെ താന്തി എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്താണ്? കപ്പടെ ബുന്നവാലി ഓജാർ കേട്ടോ. നൂലാണത്, ഈ പഞ്ഞിന്ന് നൂലാക്കണ ആ ടൂളാണ് താന്തി എന്ന് പറയുന്നത്. അതിന് ബജൂട്ടി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ശബ്ദം വരാൻ തുടങ്ങി. ഉസ്നെ ബടെ മനസ്സെ റുയു ധുനി. വളരെ മനസ്സെ പറഞ്ഞാൽ വളരെ ഉത്സാഹത്തോടു കൂടിയിട്ട്, സന്തോഷത്തോടു കൂടിയിട്ട് അതിനെ ആ പഞ്ഞിയെ ധുനി അതിനെ നൂലാക്കി മാറ്റി. ലോയ്സെ എന്നാ പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് കൊടുത്തു. ഉസ്മേ സെ ആധാ ദുനിയനെ ലേ ലിയ ഓർ ആധാ ഗവറിയനെ. അപ്പം അത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എന്താ പറഞ്ഞത്? പാതി ഈ കുരുവി എടുത്തു, പാതി ആ ദുനിയ എടുത്തു. അപ്പം അയാൾക്ക് വളരെ സന്തോഷമായി. കുറച്ച് സമയത്തെ പണി പ്രതിഫലം നല്ലോണം കിട്ടി, അല്ലേ? അതുകൊണ്ട് इससे उत्साहित गवरा गवरिया एक कोरी के यहाँ गए और कहने लगी. കോരി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സ്പിന്നിങ് ചെയ്യണ ആളാട്ടോ. അതിന് കത്തായി എന്ന് പറയും, ഹിന്ദിയിൽ കത്തായി എന്ന് പറയും. സ്പിൻ ചെയ്യണത്, നൂൽക്കുക എന്നൊക്കെ പറയില്ലേ, അത് തന്നെയാണ്. അപ്പോൾ കത്തായി കർണേവാല, അതിനെയാണ് കോരി എന്ന് പറയുക. അപ്പോൾ ഇറ്റ്സെ ഉത്സാഹിത്ത് ഗവറിയ, ഇതിൽ വളരെ സന്തോഷപ്പെട്ട് അവർ ഉത്സാഹത്തോടു കൂടി എന്ത് ചെയ്ത് ഒരു കോരിയുടെ അടുത്ത് പോയി. എന്നിട്ട് പറഞ്ഞു, കോരി ഭയ്യ ഇസ് ധുനി റുയി സെ സൂത് കാത്തു. സൂത്ത് കാത്തന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നൂൽക്കുക എന്ന് പറയില്ലേ നമ്മൾ, അത് തന്നെയാണ് സ്പൺ യാണ്, നൂൽക്കുക. അപ്പോൾ കോരി ഭയ്യ ഈ പിന്നെ ധുനി റുയീസ്, ഈ നൂലിൻ്റെ കൊണ്ട് എനിക്ക് സൂത്ത് കാത്തോ കൊടുത്തു. പറഞ്ഞാൽ അതിന് തുണിയാക്കി മാറ്റാൻ വേണ്ടിയിട്ട്. കോരിക്ക് കമർ ജുക്കി ഹുയിത്തി. അപ്പോൾ ആ കോരിയില്ലേ, അദ്ദേഹത്തിൻ്റെ കമർ, ഇടുപ്പ് എന്താണ് അങ്ങനെ പിന്നെ താണു പോയിട്ടുണ്ടായിരുന്നു ഇങ്ങനെ. ഉസ്നെ ബദൻ പർ ദജ്ജി ഹോ ചുക്ക
एक दुस्सा ढाल रखा था. ആ ദജ്ജി ദജ്ജി എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ടുക്കടേ ടുക്കടേ എന്ന് പറയും ഹിന്ദിയിൽ, പറഞ്ഞാൽ കഷ്ണം കഷ്ണമായിട്ട് എന്നുള്ളത്. പിന്നെ ദുസ്സ ദുസ്സ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വളരെ തടിച്ച തിക്കായിട്ടുള്ള കമ്പിളി കേട്ടോ, മോട്ട കമ്പൽ. മോട്ട കമ്പൽ, കമ്പൽ എന്ന് പറഞ്ഞാൽ ബ്ലാങ്കറ്റ്. അപ്പോൾ ഉസ്നെ ബദൻ പർ, ബദൻ എന്ന് പറഞ്ഞാൽ ശരീരം. അപ്പോൾ ആ കോരി ബയ്യ എന്താണ്, ആ കോരി എന്താണ് ശരീരത്തിൽ അങ്ങനെ കഷ്ണം കഷ്ണമായിട്ടുള്ള ഒരു മോട്ട പറഞ്ഞ തിക്കായിട്ടുള്ള ഒരു കമ്പിളി പുതച്ചിട്ടുണ്ടായിരുന്നു. വഹ ബഡി അനിച്ച സെ ബോല, അനിച്ച ഇറ്റ് അനിച്ച പറഞ്ഞാൽ വളരെ ഇഷ്ടമൊന്നും ഇല്ലാണ്ട്, വളരെ ഇൻട്രസ്റ്റ് ഒന്നും കാണിക്കാണ്ട് പറഞ്ഞു, തും ലോഗ് യഹാ സെ ഭാഗ്തേ ഹോ കി നഹി, നിങ്ങൾ ഇവിടുന്ന് ഓടുന്നുണ്ടോ ഇല്ലേ, നിങ്ങൾ ഇവിടുന്ന് സ്ഥലം വിടുന്നുണ്ടോ ഇല്ലേ എന്ന്. ദേഖ്തേ നഹി അഭി മുझे രാജാജിക്ക് അച്കൻ കെ ലിയേ സൂത് കാത്നെ ഹേ. എനിക്കിപ്പോൾ രാജാവിൻ്റെ അച്കൻ, അച്കൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കുർത്തേക്കില്ലേ നീളത്തിലുള്ള കുർത്ത, അതിന് അച്കൻ എന്ന് പറയും കേട്ടോ. അപ്പോൾ രാജാവിന് വേണ്ടിയിട്ട് അച്കൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എനിക്കിപ്പോൾ സൂത് കാത്ന ഹെ, എനിക്കിപ്പോൾ പിന്നെ തുണി ഉണ്ടാക്കണം എന്ന് പറഞ്ഞു. മുझे ഫുർസത്ത് നെഹി ഹെ, ഫുർസത്ത് എന്ന് പറഞ്ഞാൽ ഫ്രീ ടൈം, കാലി സമയം, എൻ്റെ അടുത്തിപ്പോൾ സമയമില്ല, നിങ്ങൾ ഇവിടുന്ന് പോയിക്കോ എന്ന് പറഞ്ഞു. മുഫ്ത് മേ മല്ലാർ ഗാനയിൽ അപ്പം എന്താ പറയണത്, മുഫ്ത് മേ മല്ലാർ, മല്ലാർ എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്താണ്, ആക്ച്വലി അതിൻ്റെ ശരിക്കും വേർഡ് മൽഹാർ എന്ന് പറയും. മാ പാതി ല ഹ റ, മൽഹാർ അതൊരു രാഗമാണ്, മ്യൂസിക്കിലെ ഒരു രാഗത്തിൻ്റെ പേരാണ് മൽഹാർ രാഗം. അപ്പോൾ എന്താ പറയുന്നത്, മുझे ഫുർസത്ത് നെഹി ഹെ മുഫ്ത് മേ മൽഹാർ ഗാനേക്ക്, എൻ്റെ അടുത്ത് സമയമില്ല, ഫ്രീയിൽ ഇപ്പോൾ മൽഹാർ പാടാൻ വേണ്ടിയിട്ടുള്ള സമയം ഒന്നും എൻ്റെ അടുത്തില്ല എന്ന് പറഞ്ഞു. അതിൻ്റെ അർത്ഥം ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റില്ല ഇപ്പോൾ. भैया इस मुल्क में सब काम क्या राजा जी के लिए ही होता है. അപ്പോൾ ചോദിച്ചു, കുരുവി എന്താ ചോദിച്ചാൽ, ഭയ്യ ഈ മുലുക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോളനി, ഇവിടെ എന്താ എല്ലാ പണിയും രാജാവിന് വേണ്ടി തന്നെയാണോ നടക്കുന്നത്, എല്ലാവരും രാജാവിന് വേണ്ടിയിട്ട് തന്നെയാണോ പണിയണതെന്ന് ചോദിച്ചു. അപ്പോൾ ഗൗരിയ അച്രജ് സെ ബോലി, അച്രജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൈറാനി, ചക്കിത്ത് ഹോന, ചോങ്കന, ഹൈറാനി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്ഭുതത്തോടെ, കുറച്ചൊരു ആശ്ചര്യത്തോടെ ഗൗരിയ ചോദിച്ചു, തൂ കിസ് മുലുക്ക് സെ ആയി ഹെ, നീ ഏത് ദേശത്തു നിന്നാണ് വന്നത്, മുലുക്ക് എന്ന് പറഞ്ഞാൽ ദേശ് പിന്നാലെ കൊടുത്തിട്ടുണ്ട് കേട്ടോ, അത് പറഞ്ഞാൽ ഏത് സ്ഥലത്തു നിന്നാണ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. കോരിനെ ഉസേ ഭർ ആങ്ക് ദേക്ക, കോരി അവളെ നല്ലോണം നോക്കി. ജാൻതി നഹി യഹാ ക ചലൻ, അറിയുന്നില്ലേ നിനക്ക് ഇവിടുത്തെ നടക്കുന്നതൊന്നും, ഇവിടെ നടക്കുന്നതൊന്നും എന്ന് ചോദിച്ചു. ഘട്ട് മരേ ഭർദ ബേട്ടാ ഖായ തുരങ്ക്, ഇത് മുഹാവരയാണ് കേട്ടോ. ഘട്ട് മരേ ഭർദ ബേട്ടാ ഖായ തുരങ്ക് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പണി ചെയ്യാൻ ഒരാൾ, അതിൻ്റെ പ്രതിഫലം വാങ്ങിക്കാൻ ഇനിയൊരാൾ, അതാണ് അതിൻ്റെ അർത്ഥം. പറഞ്ഞാൽ നമ്മൾ മലയാളത്തിൽ പറയില്ലേ, തല്ലുകൊള്ളാൻ ചെണ്ട, കാശ് വാങ്ങാൻ മാരെന്നൊക്കെ പറയില്ലേ, ഏകദേശം അതേ മീനിങ്ങിൽ വരണ പിന്നെ മുഹാവരയാണ് കേട്ടോ അത്, ഇഡിയമാണ്. പറഞ്ഞാൽ മെഹനത്ത് കരേ ഹം ഫൽ ഖായേ കൊയ് ഓർ എന്ന് പറയണത്, ഞങ്ങൾ ചെയ്യാൻ, വർക്ക് ചെയ്യാൻ, പണി ചെയ്യാൻ ഞങ്ങളും അതിൻ്റെ പ്രതിഫലം വേറെ ആർക്കെങ്കിലും കിട്ടുക, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ കോരി അങ്ങനെ പറഞ്ഞു, യഹാ സബ് കാം രാജാജി കെ നാം പർ ഓർ രാജാജി കെ ലിയെ ഹോത്താ ഹെ. ഇവിടെ എല്ലാ പണികളും രാജാജിക്ക് വേണ്ടിയിട്ട്, രാജാജിയുടെ പേരിൽ രാജാജിക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ എല്ലാം നടക്കുന്നത് എന്ന് പറഞ്ഞു. രാജാജിക്ക് ലഘുവേ ബഗുവേ ബി തോ ബഹോത്ത് ഹെ. ലഘുവേ ബഹുവേ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന് ഹിന്ദിയിൽ ഇനി ഒരുപാട് ചമച്ചെന്ന് പറയും, പറഞ്ഞാൽ ആ പിന്നാലെ നടക്കണവർ, രാജാജിയുടെ പണികൾ ചെയ്തുകൊണ്ട് പിന്നാലെ നടക്കുന്ന ആൾക്കാരെ, അവരെയാണ് ഉദ്ദേശിക്കുന്നത് ലഘുവെ ബുഗു എന്ന് പറഞ്ഞാൽ. അങ്ങനെ കുറേ പിന്നാലെ നടക്കാനും കുറേ ആൾക്കാരുണ്ടല്ലോ എന്നാണ് പറയുന്നത്. ഇസിമേ ഉൻക ബി കാം ഹോത്താ ഹെ, അദ്ദേഹത്തിൻ്റെ പണികളുമൊക്കെ അങ്ങനെ തന്നെയാണ് ആവുന്നത്. മുക്രോ മത് ഭയ്യ ഹം തുമേ മാക്കുൽ മുവാജ ദേങ്കെ. മുക്രോ മത്ത്, മുക്രോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, അവരൊരു പറഞ്ഞ കാര്യത്തിൽ ഉറച്ചു നിൽക്കുക, പറഞ്ഞാൽ വാശി പിടിച്ച് നിൽക്കുക, ഇല്ല എന്ന് പറഞ്ഞാൽ ഇല്ല എന്ന് പറഞ്ഞു. പറഞ്ഞാൽ ഈ കുരുവിക്ക് അത് ചെയ്തു കൊടുത്തില്ലല്ലോ, അതാ പറയണത്. മുക്രോ മത്ത് ഭയ്യ പറഞ്ഞാൽ ഇങ്ങനെ വാശി പിടിക്കണ്ട ഭയ്യ, ഹം തുമേ മാക്കുൽ മുവാജ ദേങ്കെ, ഞാൻ നിങ്ങൾക്ക് മാക്കുൽ മുവാജ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉചിതമായിട്ടുള്ള പ്രതിഫലം, മാക്കുൽ എന്ന് പറഞ്ഞാൽ ഉചിതമായിട്ടുള്ള, മുവാജ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്രതിഫലം, കൂലി എന്താ വെച്ചാൽ അത് ഞാൻ തരാം. ഗൗരിയ ബോൽപ്പടി, പെൺകുരുവി പറഞ്ഞു. ഇസെ കാത്തുതോ, ആധ തും ലേലോ ആധ മേലെ ലുങ്കി, ഇതിനെ കാത്തുതോ, ഇതിനെ നൂൽക്കണം, ആധ തും ലേലോ, പാതി നീ എടുത്തോ പാതി ഞാൻ എടുക്കാം എന്ന് പറഞ്ഞു. വളരെ സ്നേഹത്തോടെ പറയുകയാണ്. കോരി ബി തയ്യാറാവുക, അപ്പം ഈ കോരിയും തയ്യാറായി, വിചാരിച്ചാൽ പാതി കിട്ടണു പിന്നെ ഇപ്പം എന്താണ് എന്ന് പറഞ്ഞിട്ട് തയ്യാറായി. കാരണം രാജാവിന് വെറുതെ അല്ലേ ചെയ്തു കൊടുക്കണത്, ഇത്രയും സമയം പാഴാക്കിയിട്ട്. അപ്പം ഈ ഒരു 5-10 മിനിറ്റിൻ്റെ കാര്യത്തിന് എന്താണ് പാതി പ്രതിഫലം കിട്ടണമെന്നുണ്ടെങ്കിൽ എന്ന് വിചാരിച്ചു.
ഇത്തിനി വാജിബ് മജൂരി പർ കാം ന കർണ മൂർഖത ഹോഗി. വാജിബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉചിതമായിട്ടുള്ള ശരിയായിട്ടുള്ള മജൂരി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രതിഫലം, നേരത്തെ പറഞ്ഞല്ലോ. ശരിയായിട്ടുള്ള നല്ല പ്രതിഫലം കിട്ടിയിട്ട് തന്നെ അതിൽ നിന്ന് തന്നെ പണി ചെയ്യില്ല എന്നുണ്ടെങ്കിൽ അത് ഒരു മൂർഖതയായിരിക്കും, അത് വിഡ്ഢിത്തമായിരിക്കും എന്നാണ് പറയണത്. തൻ കർക്കെ ഉസ്കി തക്ലി ചർക്കി താത്ത തയ്യ കർണേ ലഗി. പറഞ്ഞാൽ പണി ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ചർക്കയിലല്ലേ പണി ചെയ്യുക, അതിന്ന് നൂല് ഉണ്ടാക്കി എടുക്കുക, അതല്ലേ ചെയ്യണത്. ഇപ്പോൾ സൂത്ത് കാത്തിന പറഞ്ഞിട്ടുണ്ടെങ്കിൽ നൂലാക്കി എടുക്കുക അതിന്. അപ്പോൾ അതിൻ്റെ ആ ശബ്ദത്തിനെയാണ് പറയുന്നത് താത്ത തയ്യ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഡാൻസ് കളിക്കുക എന്നൊക്കെ പറയില്ലേ, അതാണ്. പറഞ്ഞാൽ ചർക്ക തിരിച്ച് അതിനെ നൂലാക്കി എടുക്കുകയാണ്. തക്കലി ചർക്കി എന്ന് പറഞ്ഞാൽ ചർക്ക തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. പണി ചെയ്യാൻ തുടങ്ങി. കാഫി മഹീൻ ഓർ ലച്ചേദാർ സൂത്ത് കാത്തിയെ ഉസ്നെ. മഹീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഫൈനായിട്ടുള്ള, നല്ല നൈസായിട്ടുള്ള. ലച്ചേദാർ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഇങ്ങനെ ലെയേഴ്സ് പോലെ എന്നൊക്കെ പറയാം, അല്ലെങ്കിൽ രേഷേദാർ എന്നൊക്കെ പറയാം, നന്നായിട്ടുള്ളത്, നല്ല സ്മൂത്ത് ആയിട്ടുള്ളതെന്ന് പറയാം. സൂത്ത് കാത്തിയെ നല്ല അങ്ങനത്തുള്ള നൂലാക്കി കൊടുത്തു അതിനെ. कदम कदम पर मिलते कामगारों के सहयोग ने गवरिया को आगे बढ़ने पर उकसा दिया. കദം പർ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പിൽ ഓരോരെവിടെയും പോണ സമയത്ത് കാംഗരോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പണി ചെയ്യുന്ന ആൾക്കാരെ, അങ്ങനെയുള്ളവർ അവരുടെ സഹയോഗം, അവരുടെ സപ്പോർട്ടിൽ ആൺകുരുവി അങ്ങനെ പെൺകുരുവി അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടേയിരുന്നു. അവൾക്ക് ഉത്സാഹം കൂടി വന്നു. ഉക്സാന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉത്സാഹം, ഉത്സാഹിത് തന്നെ പറയുക, കൂടി വന്നു. കാരണം ഓരോരവിടെ നിന്ന് അവളുടെ പണികളായിക്കൊണ്ട് വരുന്നുണ്ടല്ലോ, അതുകൊണ്ട്. इसके बाद वे दोनों एक बुनकर के पास गए और इसरार करने लगे. അത് കഴിഞ്ഞതിന് ശേഷം ഇനി ആരുടെ അടുത്താണ് പോയത്? ബുൻകർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീവർ വീവ് ചെയ്യുന്ന ആൾ. അപ്പോൾ അവരുടെ അടുത്ത് പോയി. അത് കഴിഞ്ഞിട്ട് എന്തായി? ഓർ ഇസ്രാർ കർണയിലേക്ക്, ഇസ്രാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആഗ്രഹം പ്രകടിപ്പിക്കാം. അപ്പോൾ പറയാൻ തുടങ്ങി. ബുൻകർ ഭയ്യ ഇസ് കത്തേ സൂത്ത് സേ കപ്പട ബുന്തു. അപ്പോൾ ഈ കത്തേ സൂത്ത്, ഈ നൂല് കൊണ്ട് എനിക്ക് തുണി ഉണ്ടാക്കി താന്ന്. ബുന്ന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നെയ്യ എന്ന് പറയില്ലേ, നെയ്യ വീവിങ്, അത് തന്നെയാണ് കേട്ടോ. അപ്പോൾ ബുൻകർ ഭയ്യ എനിക്ക് കപ്പട ബനാക്കിയതോ, എനിക്ക് തുണി ഉണ്ടാക്കി തരൂ എന്ന് പറഞ്ഞു. ബുൻകർ ഇനി അക്ബർ ദേഖനെ ലഗ. അക്ബഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പരേഷാൻ എന്ന് പറയാം ഹിന്ദിയിൽ. പറഞ്ഞാൽ വളരെ ഡിസ്റ്റർബായിട്ട് ഒരു വല്ലാത്തൊരു രീതിയിൽ നോക്കാൻ തുടങ്ങി. അപ്പോൾ കുരുവിയെ നോക്കാൻ തുടങ്ങി. ഹട്ടെ ഹോക്കി നെഹി, മാറണ്ടോ ഇല്ലേ എന്ന് ചോദിച്ചു. ദേഖ്തെ നെഹി അഭി മുझे രാജാജി കെ ലിയേ ഭാഗ ബുന്ന ഹൈ. ഭാഗ എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് ഗ്രാൻഡായിട്ടുള്ള ഒരു വസ്ത്രമാണ് കേട്ടോ. ഇങ്ങനെ നീളത്തിൽ കുറച്ച് ഗ്രാൻഡായിട്ട് രാജാവൊക്കെ ധരിക്കണ പോലത്തുള്ള ഒരു വസ്ത്രമാണ്. അപ്പോൾ എന്താ പറഞ്ഞത്, എനിക്കിപ്പോൾ രാജാവിന് വേണ്ടിയിട്ട് ഈ ഭാഗ ഉണ്ടാക്കണം, അത് നെയ്യണം എനിക്ക് എന്ന് പറഞ്ഞു. അഭി തോടി ദേർ ബാദ് ഹി രാജാജി കെ കാരിന്ദേ ഹാജിർ ഹോ ജായെങ്കെ. ഇപ്പോൾ കുറച്ച് നേരത്തിന് ശേഷം തന്നെ രാജാവിൻ്റെ കാരിന്ദേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ടാക്സ് കളക്ട് ചെയ്യാൻ വരുന്ന ആളെ കേട്ടോ. കർ വസൂർ കർണെ വാല ആദ്മി എന്ന് പറയാം. കർ എന്ന് പറഞ്ഞാൽ ടാക്സ്. അപ്പോൾ അവർ ഹാജിർ ഹോ ജായെങ്കെ പറഞ്ഞാൽ ഇപ്പോൾ എത്തും ഇവിടെ. സാവ് കരേ ഭാവ് തോ ചബാവ് കരേ ചാക്കർ. ഇത് ഒരു ഈഡിയമാണ് കേട്ടോ, ഒരു മുഹാവരയാണത്. ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ അതേ തന്നെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ഖട്ട്മാരെ ബർദ ബേട്ട ഖായ തുരങ്കെന്ന്. സെയിം അതേ മീനിങ് ആണ് ഇതും. കാം കരേ കോയി ഓർ ഖാ ജായെ കോയി ഓർ എന്ന് പറയും. കാം കരേ കോയി, പണി ചെയ്യണത് ആരെങ്കിലും, ഖാ ജായെ കൊയ് ഓർ, അത് തിന്നണത് വേറെ ആരെങ്കിലും. അതിൻ്റെ അർത്ഥം പണി ചെയ്യണത് ഒരാളും അത് കിട്ടണതിൻ്റെ പ്രതിഫലം കിട്ടണത് വേറെ വല്ലവർക്കും. സെയിം മീനിങ് ആണ് ഈ മുഹാവരയുടെയും ഈ ഇഡിയമിൻ്റെയും ട്ടോ. സാവ് കരേ ഭാവ് തോ ചബാവ് കരേ ചാക്കർ. അപ്പോൾ ഈ ബുൻകർ പറഞ്ഞു, ഈ നെയ്ത്തുകാരൻ പറഞ്ഞു, അങ്ങനെ പറഞ്ഞു, ഞങ്ങൾ പണി ചെയ്യാനും വേറെ ആർക്കെങ്കിലും അതിൻ്റെ പ്രതിഫലം കിട്ടാനും എന്നും പറഞ്ഞിട്ട് ദേഷ്യത്തിൽ ഇത്നാ കെഹക്കർ ബുൻകർ അപ്നെ കാമേ മഷ്ഗുൽ ഹോ ഗയാ. മഷ്ഗുൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വ്യസ്ത് എന്ന് പറയും ഹിന്ദിയിൽ, അതിൻ്റെ അർത്ഥം ബിസി. ഇത്നാ കെഹക്കർ, ഇത്രയും പറഞ്ഞിട്ട് ബുൻകർ അദ്ദേഹം എന്തായി, അവരുടെ പണിയിൽ അങ്ങോട്ട് ബിസി ആയിപ്പോയി. ഇസെ ബുന്ദേ ഭയ്യ, ഇതിനെ നെയ്തു തരൂ എന്ന് വളരെ സ്നേഹത്തോടുകൂടി പറഞ്ഞു. ഗവരിയാനെ സാഹസ് സഞ്ജോക്കർ കഹ. പെൺകുരുവി സാഹർ എന്ന് പറഞ്ഞാൽ ധൈര്യം വീണ്ടെടുത്തുകൊണ്ട് പറഞ്ഞു. ഹം സേന്ത് മേത്ത് കാ കാം നെഹി കർവാത്തെ ഹെ. പിന്നെന്താ പറഞ്ഞത്, സേന്ത് മേത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രീയിൽ, ഹിന്ദിയിൽ മുഫ്ത് എന്ന് പറയാം. ഫോക്കട്ട് എന്നതിൻ്റെ മുമ്പ് വന്നില്ലേ വേർഡ്, അതും അതുപോലെ തന്നെയാണ്. അപ്പം ഞാൻ ഫ്രീയിലൊന്നും പണി ചെയ്യിപ്പിക്കുന്നില്ല. ഇസെ ബുന്ദേ ഓർ ആധാ തൂ ലേലെ ആധാ ഹം ലേലെങ്കെ. ഇതിനെ നെയ്ത് തരൂ, എന്നിട്ട് പാതി നിങ്ങളെടുത്തോളൂ, പാതി ഞങ്ങളെടുക്കാം.
ഞാനെടുക്കാം എന്ന് പറഞ്ഞു. ബുൻകറിനെ ദേക്കാക്കി സോദ ബുറ നഹി ഹെ. അപ്പോൾ ഈ ബുൻകർ, ഈ നെയ്ത്തുകാരൻ നോക്കിയപ്പോൾ സോദ എന്ന് പറഞ്ഞാൽ ഡീല്, ഡീൽ വലിയ മോശമില്ല എന്ന് ഇദ്ദേഹത്തിന് തോന്നി. വഹ തയ്യാർ ഹോ ഗയ. അദ്ദേഹം തയ്യാറായി. സൂത്ത് അപ്നി ഓർ ഖീഞ്ച് കർ താന ബാന പസാർ ദിയ. താന ബാന പസാർന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഈ അങ്ങോട്ടും ഇങ്ങോട്ടും ആ നൂലിനെ ഫിക്സ് ചെയ്യില്ലേ, പിന്നെ നെയ്ത്തുകാർ ചെയ്തിരിക്കണ മെഷീനിൽ കണ്ടിട്ടില്ലേ, ഇങ്ങോട്ടും അങ്ങോട്ടുമായിട്ട് നൂല് അങ്ങോട്ടിടും ഇങ്ങോട്ടിടും, അതുപോലെ അതിനൊക്കെയാണ് താന ബാന പസാർന എന്നൊക്കെ പറയുക. പറഞ്ഞാൽ അതിനെ കറക്റ്റായിട്ട് അവിടെ ഫിക്സ് ചെയ്യുക, അതിനെ ഓർഗനൈസ് ചെയ്യുക ചെയ്തു. അപ്പോൾ അദ്ദേഹം എന്തായി, അതിനെ ചെയ്യാൻ തുടങ്ങി. ആ നൂല് വാങ്ങിച്ചിട്ട് അതിനെ ചെയ്യാൻ തുടങ്ങി. ഉസ്ക കർഖ ചലനെ ലഗ. അദ്ദേഹത്തിൻ്റെ ആ ചർക്ക നടക്കാൻ തുടങ്ങിയത്. ഡർക്കി ഡുലക്കിനെ ലഗി. ഡർക്കി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ആ മെഷീനിൽ അതിലൊരു ചർക്കയിലൊരു സാധനമാണ്, ഇങ്ങനെ നൂലൊക്കെ അങ്ങോട്ടിടണതോ ഇങ്ങോട്ടിടണതോ ഒക്കെ ആയിട്ടുള്ള ഉള്ളാണ് അതിൽ. അപ്പോൾ ടർക്കി എന്ന് പറയുന്ന സാധനം. അപ്പോൾ പറയണത് ആ ചർക്ക ചലനയിലക, പിന്നെന്താണ് ആ ടർക്കിയും എല്ലാം വർക്ക് ചെയ്യാൻ തുടങ്ങി. അതിൻ്റെ അർത്ഥം അദ്ദേഹം പണി ചെയ്യാൻ തുടങ്ങി. थोड़ी ही देर में उसने काफ़ी गफ़श और दबीज कपड़ा बुन दिया. ഗഫഷ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ല കട്ടിയുള്ള, പറഞ്ഞാൽ ഡെൻസ് ആയിട്ടുള്ള, പറഞ്ഞാൽ ഇങ്ങനെ നൂലഴയൊക്കെ അടുത്തടുത്തായിട്ട് ആവുമ്പോൾ നന്നായിട്ടുണ്ടാവില്ലേ, ഭംഗി ഉണ്ടാവില്ലേ. ഇങ്ങനെ നൂല് ദൂരെയൊക്കെ ആകുമ്പോൾ നമുക്ക് നന്നായിട്ടുണ്ടാവില്ലേ, കാണാൻ ഭംഗി ഉണ്ടാവില്ലല്ലോ തുണി. അപ്പം അങ്ങനെ ഡെൻസ് ആയിട്ട് അടുപ്പിച്ചിട്ടുള്ള ദബീജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മജ്ബൂത്ത്, സ്ട്രോങ്. മജ്ബൂത്ത് എന്ന് ഹിന്ദിയിൽ പറയും സ്ട്രോങ്. അപ്പോൾ കുറച്ച് നേരത്തിൻ്റെ ഉള്ളിൽ, തൊടി ദേർമേ, കുറച്ച് നേരത്തിൻ്റെ ഉള്ളിൽ നല്ല അസലായിട്ടുള്ള, നല്ലതായിട്ടും പിന്നെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള തുണി ഉണ്ടാക്കി കിട്ടി. ആധാ ഉസ്നെ ലേ ലിയ और ആധാ ഇനോനെ. പാതി അദ്ദേഹം എടുത്തു, പാതി കുരുവി എടുത്തു. ഗവറിയാനെ 3/4 मंजिल मार ली थी. 3/4 എന്ന് വെച്ചാൽ 3/4. മഞ്ചിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ലെവൽ, ഹൈറ്റ്. പൊതുവെ ബിൽഡിങ്ങുകളുടെ ഹൈറ്റിന് പറയും നമ്മൾ. ഡബിൾ സ്റ്റോറീഡ് ആണെങ്കിൽ ദൂസരി മഞ്ചിൽ, തീസരി മഞ്ചിൽ അങ്ങനെയൊക്കെ പറയാറുണ്ട്. പക്ഷേ ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്, 3/4 ഹൈറ്റ് എത്തി എന്നുള്ളതിൻ്റെ അർത്ഥം എന്താണ്, മുക്കാൽ ഭാഗം തൊപ്പിയുടെ പണിയും കഴിഞ്ഞു എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. കപ്പട ലിയേ ദിയേ വഹ എക് ദർജി കെ പാസ് ജാ പഹുഞ്ചി. ഇനി എന്താണ്, തുണിയൊക്കെ ഉണ്ടാക്കി കിട്ടി. ഇനി ഒരു ദർജി എന്ന് പറഞ്ഞാൽ ടൈലർ, ഒരു ടൈലറിൻ്റെ അടുത്ത് പോയി. ദർജി ഭയ്യ ഇസ്കി ടോപ്പി സിൽ ദോ. അപ്പോൾ ദർജി ഭയ്യ ഈ തുണി കൊണ്ട് എനിക്ക് തൊപ്പി തെച്ചു തരൂ എന്ന് പറഞ്ഞു. കിസക്തി ഹൂക്കി നഹി ഹാസേ. കിസക്തി എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഓടിപ്പോന്നൊക്കെ പറയില്ല, ഇവിടുന്ന് സ്ഥലം വിടുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കില്ലേ, അതാണ് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് പോകണ്ടോ ഇല്ലേ എന്ന് ചോദിച്ചു. ദർജി റോഷ് സെ ബോല. ഭയങ്കര രോഷത്തോടു കൂടി പറഞ്ഞു ടൈലർ. देखते नहीं രാജാജി की 7वीं रानी से 9 बेटियों के बाद 10वां बेटा पैदा हुआ है. കാണുന്നില്ലേ നിനക്ക്, देखते नहीं കാണുന്നില്ലേ, രാജാജിക്ക് 7वीं റാണി സെ, രാജാവിൻ്റെ 7ാമത്തെ റാണിയിൽ 9 बेटियों के बाद 9 പെൺമക്കൾ കഴിഞ്ഞിട്ട് 10वां बेटा पैदा हुआ है. 10ാമത്തെ ആൺകുട്ടി ജനിച്ചിരിക്കുകയാണ്, മകൻ ജനിച്ചിരിക്കുകയാണ്, അതാ പറയണത്. അബ് ഉസ് ദസ്രത്തൻ കെ ലിയെ മുझे ഡേരോ ജബ്ബേ സിൽനെ ഹേ. എനിക്ക് ദസ്രത്തൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ 10ാമത്തെ കുട്ടിയെ അതിനെ പറയണത്. അപ്പോൾ എനിക്ക് ആ 10ാമത്തെ കുട്ടിക്ക് വേണ്ടിയിട്ട്, ആ ആൺകുട്ടിക്ക് വേണ്ടിയിട്ട് ഡേരോ എന്ന് പറഞ്ഞാൽ കുറേ എണ്ണം, ജബ്ബേ സിൽനെ ഹേ. ജബ്ബ എന്ന് വെച്ചാൽ കെട്ടാൻ നാടയും ഭംഗി ഉണ്ടാവാൻ പൂക്കൾ പോലൊക്കെ എന്തെങ്കിലും വെച്ച് പിടിപ്പിച്ചിട്ടുള്ള ലൂസായിട്ടുള്ള കുട്ടി ഉടുപ്പുകളെയാണ് പറയുക കേട്ടോ. ദർജീനെ മാഥേ ക പസീന പോച്ചത്തെ ഹുയെ ടണ്ടി ആഹ്ബരി. അപ്പോൾ ഈ ടൈലർ മാഥ എന്ന് പറഞ്ഞാൽ ഫോർഹെഡ്, നെറ്റിയിൽ വിയർപ്പൊക്കെ തുടച്ചുകൊണ്ടിങ്ങനെ ശ്വാസം എടുത്തു. കുച്ച് ദേന ന ലേന ഭർ മാത്തെ പസീന. ദേന ന ലേന, ഒന്നും എടുക്കാനില്ല കൊടുക്കാനുമില്ല, ഭർ മാത്തെ പസീന, പിന്നെ പസീന വിയർപ്പ്. അതിൻ്റെ അർത്ഥം എന്താണ്, ഒന്നും കിട്ടാനില്ല, കുറേ പണി ചെയ്യുക, ഒന്നും കിട്ടാനില്ല, അതാണ് പറയണത്. ഹം തോ ഭയ്യ ബേഗാർ മേ കുച്ച് കർവാത്തെ നഹി. അപ്പം എന്താ പറഞ്ഞത്, ഞങ്ങൾ ബേഗാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂലിയൊന്നും കൊടുക്കാതെ, ബിനാ മസ്ദൂരിക്ക് കർവായ ജാനെ വാല കാം എന്ന് പറയാം. ബിനാ മസ്ദൂരി പറഞ്ഞാൽ കൂലിയല്ലാതെ ചെയ്യിപ്പിക്കുന്ന പണി, കർവായ ജാനെ വാല കാം. ഞങ്ങൾ അങ്ങനെ ഒരു പണിയും ചെയ്യിപ്പിക്കില്ല. ഗവറിയ ബോലി, ഈ പെൺകുരുവി പറഞ്ഞു. ഇസ് ബുനെ കപ്പടേക്ക് ബി സിൽദേ. ഈ ബുനെ കപ്പടേക്ക്, ഈ നെയ്ത തുണിയിൽ എനിക്കൊരു തൊപ്പി തെച്ചു തരൂ. ബൽക്കി 2 ടോപ്പിയാ സിൽദേ, ഏക് തു ലേ ലേ ഏക് ഹം ലേ ലേങ്കെ. 2 തൊപ്പി തെച്ചോ, ഇതുകൊണ്ട് ഒന്ന് നീ എടുത്തോ, ഒന്ന് ഞാൻ എടുക്കാം. മുഹ് മാങ്കി മജൂരി പർ കോൻ മൂജി തയ്യാർ ന ഹോത്ത. മുഹ് മാങ്കി എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചോദിച്ചത്, മജൂരി പറഞ്ഞാൽ മസ്ദൂരി കൂലി, നമ്മൾ ചോദിച്ച കൂലി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മജൂരി പർ, അങ്ങനെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ആര് തയ്യാറാകാതിരിക്കും അല്ലേ. മൂജി എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മസ്ദൂർ,
പണി ചെയ്യണ ആൾ, ഏത് പണി ചെയ്യണ ആൾ തയ്യാറാകാതിരിക്കും അവർക്ക് ശരിയായിട്ടുള്ള കൂലി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ പണി ചെയ്യാൻ അല്ലേ, അതാണ് അർത്ഥം. കച്ച് കച്ച് ഉസ്കി कैंची चल उठी और चूहे की तरह सर सर उसकी सुई कपड़े के भीतर बाहर होने लगी. കാൻച്ചി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിസേഴ്സ് കേട്ടോ, കത്രിക. അപ്പോൾ ആ കത്രികയുടെ മൂവ്മെൻറ്റാണ് കച്ച് കച്ച് എന്ന് പറഞ്ഞിട്ട് പറയണത്. ആ കച്ച് കച്ച് എന്ന് പറഞ്ഞിട്ട് ആ കത്രിക ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ആവാൻ തുടങ്ങി. പിന്നെ എന്താണ്, തുണി മുറിക്കണതിൻ്റെ ശബ്ദം. പിന്നെ ചൂഹയ്ക്ക് തറ സർ സർ ഉസ്കി സുയി കപ്പടേക്ക് ഭീത്തർ ബഹർ ഹോനെ ലഗി. എലി കരണ്ടണ പോലെ അപ്പോഴല്ലേ സർ സർ എന്ന് പറഞ്ഞിട്ട് ശബ്ദം വരിക, അതാണ് പറയുന്നത്. അതുപോലെ തുണിയുടെ മേലെ ആ സൂചി എന്ന് പറഞ്ഞാൽ സൂചി, നീഡിൽ, അത് ഭീത്തർ ബഹർ അകത്തും പുറത്തുമായിട്ട് ഇങ്ങനെ മൂവ് ആവാൻ തുടങ്ങി. ബഡേ മനോയോഗ് സെ ഉസ്നെ ദോ ടോപ്പിയ സിൽ ദി. മനോയോഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വളരെ ഇൻട്രസ്റ്റോട് കൂടിയിട്ട്, മൻസെ എന്ന് പറയാം. മൻസെ അദ്ദേഹം 2 തൊപ്പി തെച്ചു. ഖുഷ് ഹോക്കർ ദർജീനെ അപ്നി ഓർ സെ एक टोपी पर 5 ഫൂന്തിനെ ബി ജഡ് ദിയെ. അപ്പോൾ ഭയങ്കര സന്തോഷത്തോടു കൂടി ദർജി ടൈലർ എന്ത് ചെയ്ത് അവരുടെ സ്വന്തം അവരുടെ സൈഡിൽ നിന്ന് പറഞ്ഞ ടൈലറുടെ വകയായിട്ട് 5 ഫൂതിനെ എന്ന് പറഞ്ഞാൽ അങ്ങനെ പൂക്കളൊക്കെ പോലെ വെക്കില്ല അവിടെ ഇവിടെയൊക്കെ ഭംഗിക്ക് ഉണ്ടാവാൻ വേണ്ടിയിട്ട്, അതും വെച്ചു കൊടുത്തു. നൂലിൻ്റെ ഈ ചെറിയ കഷ്ണങ്ങൾ ഒരു ബഞ്ച് പോലെ ഇങ്ങനെ കെട്ടിയ പൂക്കൾ പോലെ ഉണ്ടാവില്ലേ, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഫൂദ്നെ വാലി ടോപ്പി പഹൻകർ തോ ഗവരിയ ജैसे आप में ना रही. അപ്പോൾ ഫൂദ്നെ വാലി, അത് ആ പൂവൊക്കെ വെച്ച ആ തൊപ്പിയൊക്കെ ഇട്ടിട്ട് ആ പെൺകുരുവി ആപ് മേ നാ രഹി എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ താഴെ മേലൊന്നും അല്ല, അങ്ങനെ ഭയങ്കര പിന്നെ സന്തോഷത്തിലായിരുന്നു ആൾ. ഡേഡ് ടാങ്കോ പർ ഹി ലഗി നാച്ചിനെ. ഡേഡ് ടാങ്കോ പർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1.5 കാലിൽ അങ്ങനെ അങ്ങോട്ട് കളിക്കാൻ തുടങ്ങി, ഭയങ്കര ഡാൻസ് കളിക്കാൻ തുടങ്ങി സന്തോഷത്തോടു കൂടി. ഫുദക് ഫുദക്കർ ലഗി ഗവറാക്കോ ദിഖാനെ. ഫുദക് ഫുദക്കർ പറഞ്ഞാൽ ഇങ്ങനെ ചാടി പോവില്ലേ, അങ്ങനെ ചാടിയിട്ട് ആ ആൺകുരുവിക്ക് കാണിക്കാൻ പോയി. ദേഖ് മേരി ടോപ്പി സബ്സെ നിരാലി 5 ഫുദ്നെ വാലി. എൻ്റെ തൊപ്പി നോക്ക്, സബ്സെ നിരാലി പറഞ്ഞാൽ എല്ലാത്തിനെക്കാട്ടിലും ഭംഗിയുള്ളത്, 5 പൂക്കളുള്ള തൊപ്പി എൻ്റെ നോക്ക് എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുത്തു. വാക്കൈ തൂത്തു റാണി ലഗ് രഹി ഹേ. അപ്പോൾ ആൺകുരുവി എന്താ പറഞ്ഞത്, വാക്കൈ പറഞ്ഞാൽ സത്യത്തിൽ വാസ്തവത്തിൽ എന്ന് പറയില്ലേ, നീ റാണി പോലെ ഉണ്ട് എന്ന് പറഞ്ഞു. ഗവരെ കോബി ആഖിർക്കാർ കെഹന പട. ലാസ്റ്റിൽ ആൺകുരുവിക്ക് പറയേണ്ടി തന്നെ വന്നു. ആഖിർക്കാർ എന്ന് പറഞ്ഞാൽ ലാസ്റ്റിൽ പറയേണ്ടി തന്നെ വന്നു. അങ്ങനെ റാണി നഹി രാജ കഹോ മേരെ രാജ. റാണി എന്നല്ല, എൻ്റെ രാജാവല്ലേ നീ, രാജാവെന്ന് പറയുമെന്ന് പറഞ്ഞു. ഗവറിയ ഊഞ്ച ഉടനെ ലഗി. അങ്ങനെ മുകളിലേക്ക് പറന്നു തുടങ്ങി പെൺകുരുവി. അബ് കോൺ രാജ മേര മുക്കാബല കരേഗ. മുക്കാബല പറഞ്ഞിട്ടുണ്ടെങ്കിൽ നേരിടുക. ഇനിയിപ്പോൾ ഏത് രാജാവിൻ്റെ മുക്കാബല എന്നെ നേരിടാൻ പറ്റും, എൻ്റെ അടുത്തും അതുപോലുള്ള തൊപ്പിയായി എന്നൊക്കെയാണ് മനസ്സിൽ വിചാരം. टोपी पहनते ही उसके मन में एक नए हुलस ने जोर मारा कि क्यों ना इस मुल्क के राजा का भी एक बार जायज़ा लिया जाए जिसके लिए इतने सारे काम होते हैं. അപ്പോൾ ഹുലസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഖുഷി ട്ടോ, ഹാപ്പിനെസ്, സന്തോഷം, അത്രേ ഉള്ളൂ. പിന്നെ ജായ്ജ ലിയ ജായ്ജ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ നോക്കി നമ്മൾ കൺവിൻസ് ആവുക, അങ്ങനെ അതിനാണ് ജായ്ജ ലേന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ടോപ്പി പെഹനത്തെ ഹി ഉസ്കി മൻമേ എക് നയി ഹുലസ്നെ ജോർ മാറ. അപ്പോൾ ടോപ്പി ഇട്ടതും പുതിയൊരു സന്തോഷം അവളുടെ മനസ്സിൽ വന്നു. എന്താണത്, കി ക്യോ ന ഇസ് മുജ കബി ഏക് ബാർ ജായ്സ ലിയ ജായ്. ഈ മുൾക്കിലെ, ഈ ദേശത്തിലെ രാജാവിനെയും ഒരിക്കൽ എന്തുകൊണ്ടുപോയി കണ്ടുകൂടാ. ജിസ്കെ ലിയെ ഇത്തേ സാരെ കാം ഹോത്തേ. പറഞ്ഞാൽ അദ്ദേഹത്തിന് നോക്കുക, പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ തൊപ്പി എങ്ങനെ ഉണ്ടെന്നോ, അപ്പോൾ ഇവളുടെ എങ്ങനെ ഉണ്ടെന്നോ നോക്കാം, അല്ലെങ്കിൽ അവർക്ക് കാണിച്ചു കൊടുക്കുക, അങ്ങനെ എന്തൊക്കെയോ ആയിരുന്നു മനസ്സിൽ. ജിസ്കെ ലിയെ ഇത്തേ, ആ രാജാവിന് കുറേ പണികളുള്ള രാജാവെന്നൊക്കെയല്ലേ പറഞ്ഞു കേട്ടിരിക്കുന്നത്. പറഞ്ഞാൽ എവിടെ പോയാലും രാജാവിൻ്റെ പണിയാണ് ചെയ്യണമെന്നൊക്കെയല്ലേ കേട്ടത്. അപ്പോൾ അവൾക്കൊന്ന് കാണാൻ തോന്നി. ഉടുത്തെ വഹ രാജാ കെ महल के कंगूरे पर जा बैठी. കങ്കൂര എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശിഖർ, പീക്ക്, ചോട്ടി എന്ന് പറയും. ഹിന്ദിയിൽ ശിഖർ എന്നും പറയാം, ചോട്ടി എന്നും പറയാം. അപ്പോൾ പറന്ന് രാജാവിൻ്റെ പാലസിലെ മെഹൽ കൊട്ടാരത്തിൽ ഏറ്റവും മുകളിൽ പോയി ഇരുന്നു അവൾ. ഇവിടെ എന്തുകൊണ്ടാണ് ഞാൻ റാണിയല്ല രാജാവാണെന്ന് പറയുന്നത്? കാരണം സാധാരണയായിട്ട് തൊപ്പി എന്ന് പറയുന്ന സമയത്ത് രാജാവാണ് തൊപ്പി വെച്ച് കണ്ടിരിക്കുന്നത്, റാണിയെ വയ്ക്കാറില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ റാണിയല്ല രാജാവാണെന്ന് പറയുന്നത് കേട്ടോ. उसी वक्त राजा अपने चौबारे पर टहलुओं से खुली धूप में फुलेल की मालिश करवा रहा था. चौबारे എന്ന് പറഞ്ഞാൽ മുറ്റം ട്ടോ, ആങ്കൻ എന്ന് പറയും ഹിന്ദിയിൽ.
ആങ്കൻ മുറ്റം. ടെഹ്ലുവോ എന്ന് പറഞ്ഞാൽ ബാക്കിൽ കൊടുത്തിരിക്കുന്നുണ്ട്, അതിൻ്റെ അർത്ഥം നൗക്കർന്ന്. സെർവൻ്റ്, അതിൻ്റെ അർത്ഥം സെർവൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഈ മെയിനായിട്ടും എണ്ണയൊക്കെ തേച്ച് മസാജൊക്കെ ചെയ്ത് കൊടുക്കില്ലേ, ഇപ്പോൾ പുറകെ നടക്കില്ലേ ഇങ്ങനെ, അവരെയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. പിന്നെ ഫുലേൽ, ഫുലേൽ എന്ന് പറഞ്ഞാൽ ഒരു തരം നല്ല മണമുള്ള നല്ല സ്മെല്ലുള്ള ഒരു ഓയിലാണത്. ഖുഷ്ബൂദാർ തേൽ, ഖുഷ്ബൂദാർ തേൽ നല്ല മണമുള്ള ഓയിലാണത്. ഇതിനെ മസാജ് ചെയ്യാൻ എടുക്കുന്നത്. അപ്പോൾ ഉസി വക്ത് ആ സമയത്ത് രാജ അപ്നെ ചൗബാരെ പർ, രാജാവ് തൻ്റെ മുറ്റത്ത് ഈ സർവൻസിൻ്റെ ഒക്കെ കൂടി ഖുലി ധൂപ്പ് മേ നല്ല വെയിലിൽ ഫുലേൽ കി മാലിഷ് കർവാ രഹേ തേ, ഈ ഫുലുള്ള ഓയിലിൻ്റെ മസാജ് വയ്ക്കുമായിരുന്നു, രാജാവിന് മസാജ് ചെയ്ത് കൊടുക്കുമായിരുന്നു അതിൻ്റെ അർത്ഥം. രാജ ഉസ് വക്ത് അദ് നങ്ക ബദൻ ഓർ നങ്കെ സിർ ഥാ, അദ് നങ്ക പാതി വസ്ത്രമേ ധരിച്ചിട്ടുള്ളൂ ശരീരത്തിൽ, പിന്നെ നങ്കെ സിർ ഥാ തലയിൽ തൊപ്പിയൊന്നും വെച്ചിട്ടില്ല, കിരീടോ തൊപ്പിയോ ഒന്നും ഇല്ല തലയിൽ. സിർ പർ ചമ്പി കർ റഹാ താ, ചമ്പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാലിഷ് ചെയ്യുക കേട്ടോ, മാലിഷ് മസാജ് ചെയ്യുക. അപ്പോൾ ഒരു ടെഹ്ലു ഒരു സർവൻ്റ് തലയിൽ മാലിഷ് ചെയ്ത് കൊടുക്കുമായിരുന്നു. तो दूसरा हाथ पाव की उंगलियां फोड़ रहा था, ഇനി ഒരാളെന്താണ് കയ്യിലും കാലിലുമൊക്കെയുള്ള ഉംഗലിയാൻ വെല്ലുകൾ ഫോഡ് റഹാത്ത, ഇങ്ങനെ ഫോഡിന ബജാന എന്ന് പറയാം. പറഞ്ഞാൽ നമ്മളിങ്ങനെ കൈയും കാലൊക്കെ ഇങ്ങനെ മടക്കി തേച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ ടക്ക് ടക്ക് എന്ന് ശബ്ദം വരില്ലേ. തീസ്ര പീठ पर മുക്കി മാർ റഹാത്ത, അപ്പം മൂന്നാമത്തെ ആൾ എന്താ ചെയ്യുന്നത്, പീठ पर മുതുകിൽ മുക്കി ഇങ്ങനെ ടപ്പ് ടപ്പ് എന്ന് അടിക്കുക, അടിച്ച് മാലിഷ് ചെയ്യുക, അങ്ങനെ ചെയ്യുമായിരുന്നു. ചോത്ത പിണ്ടലി पर ഗുദ്ദി കാട്ട് റഹാത്ത, പിണ്ടലി എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ മുട്ടിൻ്റെ കാൽമുട്ടിൻ്റെ പിന്നെ താഴെയുള്ള ഭാഗം, താഴെയുള്ള ബാക്ക് സൈഡുള്ള ഭാഗം കേട്ടോ, അതിനെയാണ് പിണ്ടലി എന്ന് പറയണത്. അപ്പോൾ അവിടെ എന്താ ചെയ്യുന്നത്, ഗുദ്ദി കാട്ടണ പറഞ്ഞാൽ ക്ഷീണം മാറ്റുക കേട്ടോ. അപ്പോൾ അവിടേക്ക് ഇങ്ങനെ മാലിഷ് ചെയ്തിട്ട് മസാജ് ചെയ്തിട്ട് അപ്പോൾ നാലാമത്തെ ആൾ അവിടെ ക്ഷീണം മാറ്റുമായിരുന്നു. കാലിങ്ങനെ ഒഴിഞ്ഞു കൊടുക്കില്ലേ മുട്ടിൻ്റെ താഴെയായിട്ട് ബാക്ക് സൈഡിൽ, അതാണ്. അങ്ങനെ ചെയ്യായിരുന്നു നാലാമത്തെ ആൾ. ഗവറിയ കങ്കൂരിയെ പർ സേഹി ചില്ലായി, അപ്പോൾ ഈ പെൺകുരുവി കങ്കൂര പിന്നെ കൊട്ടാരത്തിൻ്റെ ഏറ്റവും മുകളിലിരുന്നിട്ട് അവിടുന്ന് നിലവിളിക്കാൻ തുടങ്ങിയിരുന്നിട്ട് ശബ്ദിക്കാൻ തുടങ്ങി. മേരെ സിർ പർ ടോപ്പി, രാജാക്കെ സിർ പർ ടോപ്പി നെഹി, എൻ്റെ തലയിൽ തൊപ്പിയുണ്ട്, രാജാക്കെ സിർ പർ ടോപ്പി നെഹി, രാജാവിൻ്റെ തലയിൽ തൊപ്പിയില്ല എന്ന് പറഞ്ഞാൽ അവിടെ ഇരുന്ന് വിളിച്ചു പോവാൻ തുടങ്ങി. മാലിഷ് കർവാത്തെ രാജ കി നസർ ഗവറിയ സെ ടക്രാ ഗയി, അപ്പോൾ ഈ മാലിഷ് ചെയ്യിപ്പിക്കുന്ന രാജാവിൻ്റെ കണ്ണുകൾ ഈ പെൺകുരുവിയിൽ കണ്ടു, ഈ പെൺകുരുവിയെ കണ്ടു. ഗവറിയ കെ സിർ പർ ഫുദ്നേദാർ ടോപ്പി ദേക്കർ ഉസ്കി അക്കൽ ചക്രാ ഗയി, ഫുദ്നേദാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പൂക്കളക്കുള്ള തൊപ്പിയില്ലേ, അത് തന്നെയാണ് കേട്ടോ ഫുദ്നേദാർ എന്ന് പറഞ്ഞാൽ. ഗവരിയാക്കി സിർപ്പർ, ഈ പെൺകുരുവിയുടെ തലയിൽ അങ്ങനെ പൂക്കളക്കുള്ള തൊപ്പി കണ്ടിട്ട് ഈ രാജാവിന് എന്തായി, അക്കൽ ചക്രാഗയി, ചക്കറാന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, തല തിരിയുക. അപ്പോൾ അക്കൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബുദ്ധി, അപ്പോൾ ബുദ്ധി തിരിഞ്ഞു പോയി എന്ന്, അതിൻ്റെ അർത്ഥം എന്താണ്, ഒന്നും മനസ്സിലാവുണ്ടായിരുന്നില്ല ഇതെന്താന്ന് പറഞ്ഞാൽ. ഇതൊരു അത്ഭുത കാഴ്ചയല്ലേ ഇത്, ആരും വിചാരിക്കില്ലല്ലോ ഒരു പക്ഷി ഇങ്ങനെ വെച്ചുകൊണ്ട് വന്നിരിക്കുന്നത്. അപ്പോൾ അക്കൽ ചക്രാഗയി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുച്ച് സമജ്മേ നാ ആന, കുച്ച് സമജ്മേ നാ ആന, ഒന്നും മനസ്സിലാവാതിരിക്കുക, അങ്ങനെ ഒരു അവസ്ഥ. വഹ തോ ലഗാത്താർ റട്ടേ ജാ രഹി തി, റട്ടന എന്ന് പറഞ്ഞിങ്ങനെ വെറുതെ പറയുക, ബൈഹാർട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ വെറുതെ പറഞ്ഞ് പഠിക്കില്ലേ, അതിനാണ് റട്ടന എന്ന് പറയുക കേട്ടോ. അപ്പോൾ അവളിങ്ങനെ റട്ടിക്കൊണ്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു, എന്താണ്, മേരെ സിർ പർ ടോപ്പി രാജാക്കെ സിർ പർ ടോപ്പി നെഹി, എൻ്റെ തലയിൽ തൊപ്പിയുണ്ട് രാജാവിൻ്റെ തലയിൽ ഇല്ല എന്ന് അവൾ പറഞ്ഞുകൊണ്ടേയിരുന്നു അവിടെ. അരേ കോയി മേരി ടോപ്പി ലാവോ ജറ ജൽദി, ആരെങ്കിലും പോയി എൻ്റെ തൊപ്പി എടുത്തിട്ട് വാ വേഗം. രാജാവ്, രാജ ദോനോ ഹാത്തോ സെ അപ്ന സർ ഢക്തേ ഹുയെ ചില്ലായ, രാജാവ് എന്ത് ചെയ്ത് പെട്ടെന്ന് രണ്ട് കൈ കൊണ്ടും തൻ്റെ തല ഇങ്ങനെ മൂടി പിടിച്ചു, ഒരു നാണക്കേട് പോലെ മൂടി പിടിച്ച്, ഢക്കന എന്ന് പറഞ്ഞാൽ കവർ ചെയ്യുക, ഒച്ചത്തിൽ പറഞ്ഞു. ടോപ്പി ആഗയി രാജാനെ ഝട്ട് പെഹൻ ബിലി, ടോപ്പി കൊണ്ടുവന്നപ്പോഴേക്ക് രാജാവ് അതിനെ ഝട്ട് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അതിനെ ധരിക്കുകയും ചെയ്തു. ദേക്രി ഫദ്ഗുദ്ദി, ഫദ്ഗുദ്ദി എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ പക്ഷി, ഫദ്ഗുദ്ദി എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പറഞ്ഞാൽ അതിനെ ഇങ്ങനെ ഒരു കളിയാക്കണ പോലെ പറയുകയാണ് രാജാവ്. ദേക്രേ ഫദ്ഗുദ്ദി, നോക്ക് പക്ഷി ഇവിടെ. മേരി ടോപ്പി മേ 5 ഫുദ്നെ, എന്ന് പറഞ്ഞിട്ട് ടൊപ്പിയിട്ട് കാണിച്ചു കൊടുത്തു രാജാവ്. പിന്നെന്താണ്, മേരി ടോപ്പി മേ 5 ഫുദ്നെ ഗവറിയാനെ അബ് ദൂസറാ ഹി രാഗ് ആലാപന ശുരു കർ ദിയ. അപ്പോൾ ഈ കുരുവി എന്താ പറയുക, പെൺകുരുവി, എൻ്റെ തൊപ്പിയിൽ 5 ഫുദ്നെ 5 പൂക്കളുണ്ട്. ഗവറിയാനെ അബ് ദൂസറാ ഹി രാഗ്, വേറൊരു രാഗത്തിൽ ആലാപനം സ്റ്റാർട്ട് ചെയ്തു അവിടെ. രാജാക്കി ടോപ്പി മേ ഏക് ബി നഹി, രാജാവിൻ്റെ തൊപ്പിയിൽ ഒന്നുമില്ല, എൻ്റെ 5 എണ്ണം. മേരി ടോപ്പി മേ 5 ഫുദ്നെ രാജാക്കി ടോപ്പി മേ ഫുദ്നെ നഹി, എൻ്റെ ഇതിൽ 5 ഫുദ്നെ ഉണ്ട്, രാജാവിൻ്റെ തൊപ്പിയിൽ ഒന്നുമില്ല എന്ന് പറഞ്ഞ് പിന്നെ അവിടെ ഇരുന്ന് പാടാൻ തുടങ്ങി.
രാജാക്കോ ബേഹദ് ഹേട്ടി മെഹസൂസ് ഹുയി. ഹേട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപമാനം, ഹിന്ദിയിലും അപമാനം തന്നെ പറയുക. ബേഹദ് എന്ന് പറഞ്ഞാൽ ഒരുപാട്. അപ്പോൾ രാജാവിന് ഒരുപാട് അപമാനം ഫീലായി. മെഹസൂസ് ഹോന എന്ന് പറഞ്ഞാൽ ഫീലാവുക. കാരണം ഒരു ചെറിയ പക്ഷി ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ രാജാവിന് ഒരുപാട് അപമാനം ആയ പോലെ ആയി. ഇസ് മുലുക്ക് കെ മഹാബലി രാജാ കെ സാമനെ എക് ചിടിയ കി യഹ് മജാൽ. മഹാബലി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് ശക്തിശാലിയായിട്ടുള്ള, മജാൽ എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ധൈര്യം, ഹിമ്മത്ത് എന്ന് പറയും ഹിന്ദിയിൽ. അപ്പോൾ എന്താ രാജാവ് പറയണത്, ഈ മുലുക്കിലെ, ഈ ദേശത്തിലെ ശക്തിശാലിയായിട്ടുള്ള രാജാവിൻ്റെ മുന്നിൽ ഒരു പക്ഷിയുടെ ഇത്രയും ധൈര്യമോ, ഇങ്ങനെ രാജാവ് വിചാരിച്ചു. വഹ് ബുരി തറ ബിഗഡ് ഗയ. രാജാവ് വളരെ ബിഗഡ് ഗയ എന്ന് പറഞ്ഞാൽ വഷളായി, അതിൻ്റെ അർത്ഥം വളരെ ഡിസ്റ്റർബായി ആൾ. ഇസ് ഫദ്ഗുദ്ദി കി ഗർദൻ മസൽ ദോ. ഫദ്ഗുദ്ദി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നേരത്തെയും വന്നിട്ടുണ്ടായിരുന്നില്ലേ വേർഡ്, ഈ ചെറിയ പക്ഷിയുടെ ഗർദൻ, കഴുത്ത്. മസൽ ദോ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ഞെരുക്കുക എന്നൊക്കെ പറയില്ലേ, പിടിച്ച് അമർത്തുക, ഞെരുക്കുക എന്നൊക്കെ പറയില്ലേ, അതിനെയാണ്. മാർദേന, അതിൻ്റെ അർത്ഥം എന്താണ്, കൊല്ലുക, അത്ര തന്നെ. മസൽ ദോ. പക്കനെ നോച്ച് ലോ. പങ്കനെ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്താണ്, പങ്ക് തന്നെയാണ് കേട്ടോ, ചിറക് തന്നെയാണ്. നോച്ചില എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിച്ച് ചീന്തി കളയുക, പിച്ചുക, നുള്ളുക എന്നൊക്കെ പറയില്ല അത്. അപ്പോൾ പങ്കിനെ നോച്ചിലോ, അപ്പോൾ അതിനെയൊക്കെ പറിച്ച് കളയി. സിപ്പാഹിയോ ദേർന കറോ. സിപ്പാഹികളെ വിളിച്ചിട്ട് പറഞ്ഞു, ഇനി വൈകിക്കണ്ട, ദേർന കറോ, വൈകിക്കരുത്. ഖമ കരേ മഹാരാജ്. ഖമ എന്ന് വെച്ചാൽ ക്ഷമ കറോ, മാഫ് കറോ എന്നൊക്കെ പറയില്ല, തന്നെയാണ്. അപ്പോൾ ക്ഷമ കറോ മഹാരാജ്. എന്താ പറഞ്ഞ മന്ത്രിനെ ഹാത്ത് ജോഡ് ദിയെ. മന്ത്രി കൈകൂപ്പിക്കൊണ്ട് പറഞ്ഞു, മച്ചർ മാർക്കർ ഹാത്ത് ക്യൂം ഗന്ദ കർണ. മച്ചർ എന്ന് പറഞ്ഞാൽ കൊതുവിനെ അടിച്ചിട്ട് എന്തിനാണ് നമ്മളുടെ കൈയിനെ തന്നെ വൃത്തികേടാക്കണത്. കൊതുവിനെ അടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൈ തന്നെ പോയി കഴുകിയിട്ട് വരേണ്ടി വരില്ലേ, നമ്മൾ കൈയെല്ലാം വൃത്തികേടാവില്ലേ. അപ്പനെ ആപ്പ് ചലി ജാഗി. അത് സ്വന്തം തന്നെ പൊയ്ക്കോളും, അത് പൊയ്ക്കോളും കുറച്ച് കഴിഞ്ഞാൽ. തബ് രാജ സിപ്പാഹിയോ സെ ബല. അപ്പോൾ രാജാവ് സിപ്പാഹികളുടെ അടുത്ത് പറഞ്ഞു, യഹ് ऐसे नहीं मानेगी. ഈ കുരുവി ഉണ്ടല്ലോ, ഈ പക്ഷി ഇങ്ങനൊന്നും കേൾക്കുന്നതല്ല. ഈ ടോപ്പി ചീനിലെ, ഇതിൻ്റെ തൊപ്പി എടുത്തോണ്ട് പോവാം. ചീന എന്ന് പറഞ്ഞാൽ സ്നാച്ചിങ്, ഇതിൻ്റെ തൊപ്പി എടുത്തോണ്ട് പോവാം. മേ പേരോസെ ടോക്കർ മാറൂങ്ക. അതിനെ ഞാൻ എൻ്റെ കാലുകൊണ്ട് ചവിട്ടി തെറിപ്പിക്കും എന്നൊക്കെ പറഞ്ഞു. ടോക്കർ മാറണം എന്നൊക്കെ പറഞ്ഞാൽ അതാർത്ഥം. ഏക് സിപ്പാഹിനെ ഗുലേൽ മാർക്കർ ഗവരിയാക്കി ടോപ്പി നീച്ചെ ഗിരാതി. അപ്പോൾ ഒരു സിപ്പാഹി എന്താ ചെയ്തത്, ഗുലേൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കവണ എന്നൊക്കെ പറയില്ലേ, കാറ്റപ്പുൾട്ടെന്നോ എന്തോ പറയുക അതിന്. അപ്പോൾ അത് ഈ വൈ ഷേപ്പിലുണ്ടാവില്ലേ, നമ്മളിങ്ങനെ പക്ഷികളെയൊക്കെ പിന്നെ അടിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കില്ലേ, അത് അടിച്ചു വീഴ്ത്താൻ വേണ്ടിയിട്ട് വൈ ഷേപ്പിൽ ഇങ്ങനെ ഒരു വുഡൻ്റെ അതിലിങ്ങനെ ഒരു അതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഒരു സിപ്പാഹി എന്താണ്, അതിൻ്റെ തൊപ്പി താഴേക്ക് വീഴ്ത്തി. तो दूसरे सिपाही ने झट वह टोपी लपक ली. അപ്പോൾ രണ്ടാമത്തെ ഒരാൾ പോയി എന്താ ചെയ്ത, വേഗം ആ തൊപ്പി കൈക്കലാക്കി അതിനെ കൊണ്ടുവന്നു. और राजा के सामने पेश कर दिया. പിന്നെ എന്നിട്ട് എന്താണ്, രാജാവിനത് കൊണ്ടുവന്ന് കൊടുത്തു, രാജാവിൻ്റെ കയ്യിൽ കൊടുത്തു. രാജ टोपी को पैरों से मसलने ही जा रहा था कि उसकी खूबसूरती देखकर दंग रह गया. രാജാവ് എന്താ ചെയ്യാൻ പോയത്, അതിനെ വേഗം കാലുകൊണ്ട് ചവിട്ടി തേക്കാൻ. മസൽന എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പേരോസെ മസൽന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചവിട്ടി തേക്കുക, അങ്ങനെ പോവുമായിരുന്നു. പക്ഷേങ്കിൽ എന്താണ്, അതിൻ്റെ ഖൂബ്സൂരത്തി, അതിൻ്റെ ഭംഗി കണ്ടിട്ട് ദങ്കരകി, ആശ്ചര്യമായി അത് ആൾക്ക്, ആ തൊപ്പിയുടെ ഭംഗി കണ്ടിട്ട്. കാരിഗരിക്ക് ഇസ് നായാബ് നമൂനേക്കോ ദേക്കർ വഹ ജഡ് ഹോ ഗയാ. കാരിഗരി എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ പണിതിരിക്കുന്ന മെത്തേഡ് കേട്ടോ, തൊപ്പി ഉണ്ടാക്കിയിരിക്കുന്ന മെത്തേഡ്. നായാബ് നമൂനെ, നായാബ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാല്യൂബിൾ ആയിട്ടുള്ള, ബഹുമൂല്യ എന്ന് പറയും ഹിന്ദിയിൽ. നമൂന എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആക്കാർ എന്ന് പറയാം, അല്ലെങ്കിൽ ബനാവട്ട് എന്ന് പറയാം ഹിന്ദിയിൽ, പറഞ്ഞാൽ അതിൻ്റെ സ്ട്രക്ചർ, അതിൻ്റെ ഷേപ്പ് എന്നൊക്കെ പറയാം. പിന്നെ ജഡ് ഹോഗ്യ എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഏക് ജഗഹ ജം ജാന എന്ന് പറയാം ഹിന്ദിയിൽ. ഏക് ജഗഹ ജം ജാന പറഞ്ഞാൽ ഒരു സ്ഥലത്ത് തന്നെ ഇങ്ങനെ ഇരുന്ന് പോകുക. നമ്മളെന്തെങ്കിലും അതുപോലെ ആശ്ചര്യതകൾ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു സ്ഥലത്ത് തന്നെ ഇരുന്ന് പോയില്ലേ, അങ്ങനെ ഇരുന്ന് നോക്കില്ലേ, അതിനെയാണ് ഉദ്ദേശിക്കുന്നത്. ജഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ജഡ് എന്നുള്ള വേർഡിൻ്റെ അർത്ഥം വേര് അല്ലേ, റൂട്ട്. അപ്പോൾ അതൊരു സ്ഥലത്ത് ഫിക്സ് അല്ലേ, അതാണ് പറയുന്നത് ജഡ് ഹോഗ്യ. അങ്ങനെ നോക്കിയിരുന്നു പോയി. അപ്പോൾ ആ പണിതിരിക്കുന്ന അതിൻ്റെ ഷേപ്പ് കണ്ടിട്ട് രാജാവ് അങ്ങനെ നോക്കിയിരുന്നു പോയി എന്നാണ് അതിൻ്റെ അർത്ഥം. മേരെ രാജ് മേ മേരെ സിവ ഇത്നി ഖൂബ്സൂരത് ടോപ്പി ദൂസരെ കെ പാസ് കേസെ പहुंची. എൻ്റെ രാജ്യത്തിൽ ഞാനല്ലാതെ, എൻ്റെ അടുത്തല്ലാതെ ഇത്രയും ഭംഗിയുള്ള തൊപ്പി വേറൊരാളുടെ അടുത്ത് എങ്ങനെ എത്തി എന്ന് ആലോചിക്കാൻ തുടങ്ങി. സോച്ചത്തെ ഹുയെ രാജ ഉസെ ഉലട്ട് പുലട്ട് കർ ദേഖ്നെ ലഗ. അങ്ങനെ ആലോചിച്ചുകൊണ്ട് രാജാവ് ആ തൊപ്പിയെ തിരിച്ചും മറിച്ചും നോക്കാൻ തുടങ്ങി. ഇത്നി നഗീന ടോപ്പി ഇസ് മുലുക് മേ ബനായി കിസ്നെ. നഗീന എന്ന് പറഞ്ഞാൽ സുന്ദർ, ബ്യൂട്ടിഫുൾ എന്ന് പറയാം കേട്ടോ.
അപ്പോൾ എന്താ പറയണത്, ഇത്രയും സുന്ദരമായിട്ടുള്ള തൊപ്പി ഈ ദേശത്ത് ആരാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? രാജാക്കെ മൻമേ ഖയാലായ, രാജാവിൻ്റെ മനസ്സിൽ ഈ വിചാരം വന്നു. അബ് തോ ഉസ് ഹുനർമന്ദ് കാരിഗർ കി ഖോജ് ഹോനെ ലഗി. ഹുനർമന്ദ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്കിൽഫുള്ളായിട്ടുള്ള, നല്ല സ്കിൽസുള്ള ആൾ, ഗുണി എന്നും പറയാം ഹിന്ദിയിൽ. അപ്പോൾ ഇനി അത്രയും സ്കിൽസുള്ള ആ കാരിഗർ, ആ നിർമ്മാതാവ്, ഉണ്ടാക്കിയ ആൾ, അയാളെ അന്വേഷിക്കാൻ തുടങ്ങി. ഖോജ്ന എന്ന് പറഞ്ഞാൽ അന്വേഷിക്കുക. രാജ ചാഹേ ഓർ പത്താന ചലേ, രാജാവിന് ആവശ്യമുണ്ട്, പിന്നെ അതിനെ പറ്റി അന്വേഷിക്കാൻ പറ്റിയില്ല എന്ന് വരുമോ? ഇല്ലല്ലോ. രാജാവ് എങ്ങനെയെങ്കിലും ആൾക്കാരെല്ലാവരെയും വിട്ടിട്ട് എവിടെയാണെന്നുണ്ടെങ്കിൽ അന്വേഷിച്ച് കണ്ടെത്തില്ലേ ഇങ്ങനത്തുള്ള കാര്യങ്ങൾ? അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഗിർത്തെ പടത്തെ ദർജി ഹാജിർ ഹുവ. ഗിർത്തെ പടത്തെ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഗിർന പറഞ്ഞാൽ വീഴുക. അതിൻ്റെ അർത്ഥം പേടിച്ച് ഇങ്ങനെ കൈയൊക്കെ കൂപ്പി വരില്ലേ, ഭയങ്കര പേടിച്ചുകൊണ്ട്. ദർജി ടൈലർ ഹാജിർ ഹോ ഗയ, പ്രസൻ്റ് ആയി അവിടെ. ഹാജിർ ഹോന എന്ന് പറഞ്ഞാൽ പ്രസൻ്റ് ആവുക, വന്നു. ദുഹായി അന്നദാത, ദുഹായി എന്ന് പറഞ്ഞാൽ മാഫി എന്ന് പറയില്ലേ, മാഫി അതാണ്. അന്നദാത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് അന്നം തരുന്ന ആളത്. അപ്പോൾ മാപ്പ അപേക്ഷിച്ചു. അപ്പോൾ പറഞ്ഞു, ഇത്രയും ബടിയ ടോപ്പി തുമ്നെ കഭി ഹമാരെ ലിയെ ക്യൂ നഹി ബനായി. ഇത്രയും നല്ല തൊപ്പി നീ എനിക്ക് വേണ്ടിയിട്ട് ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ലല്ലോ, എന്തുകൊണ്ട് ഉണ്ടാക്കിയില്ല എന്ന് ചോദിച്ചു. മേഘോं की गड़गड़ाहट की मानिंद राजा की आवाज़ निकली. മേഘോं की ഗഡ്ഗഡാഹട്ട്, മേഘം എന്ന് പറഞ്ഞാൽ മേഘം തന്നെയാണ്, ബാദൽ അറിയാലോ. അതിൻ്റെ ഗഡ്ഗഡാഹട്ട്, മേഘത്തിൻ്റെ ശബ്ദം, തണ്ടറിങ്. മാനിന്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലെ, നമ്മൾ ഹിന്ദിയിൽ സാധാരണയായിട്ട് തരഹ എന്ന് പറയില്ലേ, തരഹ. മേഘോं की ഗഡ്ഗഡാഹട്ട് की തരഹ എന്ന് പറയാം. അതുപോലെ മേഘത്തിൻ്റെ തണ്ടറിങ്ങിൻ്റെ ആ ശബ്ദം പോലെ രാജാവിൻ്റെ ശബ്ദം വന്നു. ദുഹായി അന്നദാത, പിന്നെയും അതേ പറഞ്ഞത്, മാഫി, ഹമേ ദുഹായി നെഹി വജഹ ബത്താവോ. എനിക്ക് മാപ്പൊന്നും ആവശ്യമില്ല. വജഹ എന്ന് പറഞ്ഞാൽ കാരണം, അതിൻ്റെ കാരണം എന്താണെന്ന് പറയേ എന്ന് പറഞ്ഞു. കപ്പട ബഹുത്ത് ഉംദ് ഥ സർക്കാർ. അതിൻ്റെ തുണി വളരെ നല്ലതായിരുന്നു. ഉംദ് ഥ പറഞ്ഞാൽ നല്ല സ്മൂത്തായിട്ട്, നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതായിരുന്നു എന്ന് പറഞ്ഞു. ഏക്ദം ഗഫഷ് ഓർ ദ ബീച്ച്. ഗഫഷ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഡെൻസ് ആയിട്ട്, ഇതിൻ്റെ മുമ്പും തോന്നുന്നുണ്ട്, നല്ല ഡെൻസ് ആയിട്ട് നൂലുകളൊക്കെ അടുപ്പിച്ചിട്ടുള്ളതില്ല, അതാണ് ഘന എന്ന് പറയാം ഹിന്ദിയിൽ. ദ ബീച്ച് എന്ന് പറഞ്ഞാൽ സ്ട്രോങ്. അപ്പോൾ എന്താ പറഞ്ഞത്, തുണി നല്ല പിന്നെ സോഫ്റ്റ് ആയിരുന്നു, മാത്രമല്ല നല്ല ഡെൻസ് ആയിരുന്നു, നല്ല സ്ട്രോങ് ആയിരുന്നു, എല്ലാം കൊണ്ടും നല്ല തുണിയായിരുന്നു. ആസെ ഉംദ കപ്പട കിസ്നെ ബുന. അതിൻ്റെ ആരാണ് ഇങ്ങനത്തുള്ള നല്ല തുണി ഉണ്ടാക്കിയത്? നാഗ് കി മാനിന്ത് രാജ ഫൂക്കെ മാറിനെ ലഗ. നാഗ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാമ്പിനെ പോലെ. ഇതിപ്പോൾ പിന്നെയും മാനിന്ത് വന്നിട്ടുണ്ട്, അതിൻ്റെ അർത്ഥം നാഗ് കി തരഹ, പാമ്പിനെ പോലെ. ഫൂക്ക് മാറിനെ ലഗ, പാമ്പ് ഇങ്ങനെ ശബ്ദിക്കില്ലേ, അതുപോലെ ശബ്ദിക്കാൻ തുടങ്ങി. പറഞ്ഞ ദേഷ്യം വന്നിട്ട്. ഗിർത്തെ ബുൻകർ ഹാജിർ ഹോ ഗയ. പിന്നെയും അതേപോലെ അങ്ങനെ പേടിച്ചുകൊണ്ട് കുഞ്ഞുകൊണ്ട് ബുൻകർ വന്നു അടുത്തത്, ഹാജിർ ഹോ ഗയ. മാഫി ബക്ഷോ സർക്കാർ. മാഫി ബക്ഷോ എന്ന് പറഞ്ഞാൽ മാഫി കരേ എന്ന് പറയില്ലേ, മാപ്പ് ചോദിക്കണേ സർക്കാർ എന്ന് പറഞ്ഞിട്ട് അയാളും പറഞ്ഞു. മാഫി നഹി വജ ബത്താവോ. മാഫി ഒന്നും വേണ്ട, അതിൻ്റെ കാരണം പറയാം ആദ്യം. ബടാ ഉംദ ത സർക്കാർ സൂത്ത്. നൂല് അത് നല്ലതായിരുന്നു, വളരെ നല്ലതായിരുന്നു, സോഫ്റ്റായിരുന്നു. ഏകദം മഹീൻ ഓർ ലച്ചേദാർ. മഹീൻ എന്ന് പറഞ്ഞാലും അതേ തന്നെയാണ് കേട്ടോ, നല്ല സോഫ്റ്റ് ആയിട്ട് എന്നൊക്കെയാണ് അർത്ഥം. ലച്ചേദാർ എന്ന് പറഞ്ഞാൽ രേഷേദാർ എന്നൊക്കെ പറയാം അതിന്. നല്ല നൂല് ആയിരുന്നു. ഇതിനാ മഹീൻ സൂത്ത് കിസ്നെ കാത്ത. അത്രയും മഹീനായിട്ടുള്ള പറഞ്ഞാൽ ഫൈനായിട്ടുള്ള, അത് ആരാണ് ആ നൂൽക്കിൽ ചെയ്തത് എന്ന് ചോദിച്ചു. ഷേർ കി മാനിന്ത് രാജനെ ദഹാഡ് മാറി. പിന്നെ അവിടെ മാനിന്ദ വന്നിരിക്കുന്നത്. ഷേർ കി മാനിന്ത് പറഞ്ഞാൽ സിംഹത്തിനെ പോലെ. ഷേർ കി തര രാജ ദഹാഡ് എന്ന് പറഞ്ഞാൽ റോറിങ് കേട്ടോ, സിംഹത്തിൻ്റെ ശബ്ദത്തിനാണ്, റോറിങ്ങിനാണ് ദഹാഡ് എന്ന് പറയുക. അപ്പോൾ സിംഹത്തിനെ പോലെ ഗർജിച്ചു രാജാവ്. ഗിർത്തെ പടത്തെ കോരി ഹാസിർ ഹുവ ജാൻ ബക്ഷോ മഹാരാജ്. ഗിർത്തെ പടത്തെ എന്ന് പറഞ്ഞാൽ അങ്ങനെ വീണ് അങ്ങനെ കുനിഞ്ഞിട്ടൊക്കെ കോരി വന്നു. ഹാസിർ ഹുവ പറഞ്ഞാൽ പ്രസൻ്റായി അവിടെ വന്നു. ജാൻ ബക്ഷോ മഹാരാജ്, മാപ്പ് തരൂ മഹാരാജ്. ജാൻ നഹി വജ ബതാഹോ. ജീവനൊന്നുമല്ല, പിന്നെ കാരണം കാരണം പറയും. രുയി ബഡി ബെഹത്തരീൻ തീ സർക്കാർ. പഞ്ഞി വളരെ നല്ല ക്വാളിറ്റിയുടെ ആയിരുന്നു. ബെഹത്തരീൻ എന്ന് പറഞ്ഞാൽ നല്ല ക്വാളിറ്റിയുടെ ആയിരുന്നു. ഏകദം ബാദലോं की तरह धुनी हुई. ബാദലോं की तरह धुनी हुई എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ബാദൽ എന്ന് പറഞ്ഞാൽ മേഘം അല്ലേ, പറഞ്ഞാൽ മേഘങ്ങൾ ഇങ്ങനെ അടുപ്പിച്ചിട്ടുണ്ടാവില്ലേ, ഗ്യാപ്പൊന്നും ഇല്ലാണ്ട്, അതുപോലെ. അപ്പോൾ നല്ല മേഘങ്ങളെ പോലെ അങ്ങനെ നല്ല ഡെൻസായിട്ട് നല്ല തിക്കായിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ്. ഇത്നി ബെഹത്തരീൻ റുയി കിസ്നെ ധുനി. ഇത്രയും നന്നായിട്ട് പഞ്ഞിയെ ആരാണ് ചെയ്തതിങ്ങനെ പറഞ്ഞാൽ അതിനെ അടുപ്പിച്ച് വെച്ച് ആക്കിയത് ആരാണ് എന്ന് ചോദിച്ചു. ബിജ്ലി കി തര രാജ കി ആവാസ് കട്കി.
ബിജിലി എന്ന് വെച്ചാൽ കറണ്ട് എന്നും അർത്ഥമുണ്ട്, മിന്നൽ ലൈറ്റനിങ് ഇടിയുടെ കൂടെ ഉണ്ടാവില്ലേ ലൈറ്റനിങ്, അതും ഉണ്ട് കേട്ടോ. അപ്പം ഇവിടെ ഉദ്ദേശിക്കുന്നത് മിന്നലാണ്. അപ്പം രാജാവിൻ്റെ ശബ്ദം മിന്നൽ പോലെ ആഞ്ഞടിച്ചു. ഖടക്കന എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആഞ്ഞടിക്കുക, ഭയങ്കരമായിട്ടുള്ള ശബ്ദം. ഹാഫ്തെ ചാത്തി പീട്ടെ ദുനിയ ഹാജിറുവ. അടുത്തത് ഹാഫ്തെ എന്ന് പറഞ്ഞാൽ വിറച്ചുകൊണ്ട്, ചാത്തി പീട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ നെഞ്ഞത്തൊക്കെ അടിച്ചുകൊണ്ട്, ചാത്തി എന്ന് പറഞ്ഞാൽ ചെസ്റ്റ്, പീട്ടണ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അടിക്കുക, നെഞ്ഞത്ത് അടിച്ചുകൊണ്ട് ദുനിയ വന്നു. അടുത്തത് ഖമ അന്നദാദ. ക്ഷമ കറോ എന്ന് പറയുന്നതിൻ്റെ അർത്ഥമാണ് കേട്ടോ അത്. അപ്പോൾ ക്ഷമിക്കൂ അന്നദാദ എന്ന് പറഞ്ഞുകൊണ്ട് വന്നു, പേടിച്ചുകൊണ്ട് വന്നു. ഖമ നഹി വജ ബതാവോ. ക്ഷമയെന്നല്ല, കാര്യം പറയാം, കാരണം എന്താണെന്ന് വെച്ചാൽ പറയാം. രാജ ഗുസ്സെ സെ കാം പ്രഹാത്ത. അങ്ങനെ ദേഷ്യം കൊണ്ട് വരയ്ക്കുന്നുണ്ടായിരുന്നു രാജാവ്. തും ചാരോനെ മിൽക്കർ ഇസ് ഗവറിയാക്ക കാം കിയ. നിങ്ങൾ 4 പേരും കൂടിയിട്ട് ഈ കുരുവിയുടെ പണികൾ ചെയ്തു കൊടുത്തു. ആരൊക്കെയാണ്? ആദ്യം ദുനിയ, പിന്നെ കോരി, ബുൻകർ, ദർജി. ഇതാണ് 4 പേരല്ലേ. ഹമാരെ ലിയെ ആജ് തക് ऐसा काम क्यों नहीं किया. എനിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എന്തുകൊണ്ട് ഇതുപോലൊരു പണി ഇതുവരെ ചെയ്തില്ല എന്ന് രാജാവ് ചോദിച്ചു. ആപ്കെ ലിയെ ഭി കിയാ ഹെ സർക്കാർ. നിങ്ങൾക്ക് വേണ്ടിയിട്ടും താങ്കൾക്ക് വേണ്ടിയിട്ടും ചെയ്തിട്ടുണ്ട്. ദുനിയാനെ ജമീൻ പർ ലേട്ട് കർ കഹ. ഈ ദുനിയ എന്താണ്? ജമീൻ പർ ലേറ്റർ, താഴെ ഇങ്ങനെ കിടന്നുകൊണ്ട് പറഞ്ഞു. പറഞ്ഞാൽ ഇവരൊക്കെ പേടിച്ച് വരച്ചോണ്ടല്ലേ സംസാരിക്കണത്. രാജാവ് എന്ത് ചെയ്യുമെന്ന് പറയാൻ പറ്റില്ലല്ലോ, ചിലപ്പോൾ കൊന്നിടുകയും ചെയ്യും. അപ്പോൾ പേടിച്ച് പറഞ്ഞ് താഴെ കിടന്നുകൊണ്ട് പറഞ്ഞു. ആകെ ബി ആപ്കെ ലിയെ കരേങ്കെ സർക്കാർ. ഇനിയും നിങ്ങൾക്ക് വേണ്ടിയിട്ട്, താങ്കൾക്ക് വേണ്ടിയിട്ട് കേട്ടോ, ആപ്കെ ലിയെ താങ്കൾക്ക് വേണ്ടിയിട്ട് ചെയ്തുകൊണ്ടേയിരിക്കും. ഹമാരെ ലിയെ അബ് തക് ജോ കാം ഹുവാ ഹെ ഉസ്മേ ഇത്നി നഫാസത്ത് ക്യൂ നഹി തീ. നഫാസത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്യൂട്ടിഫുൾ കേട്ടോ, സുന്ദരത, കോമളത എന്നൊക്കെ പറയാം, അതുതന്നെയാണ്. അപ്പോൾ എനിക്ക് ഇതുവരെ ചെയ്ത പണികളിൽ ഇത്രയും സുന്ദരമായിട്ട് എന്തുകൊണ്ടില്ലായിരുന്നു? ഉസ്മേ ഇത്നി നഫാസത്ത് ക്യൂ നഹി തീ. ഇത്രയും ബ്യൂട്ടിഫുള്ളായിട്ട് എന്തുകൊണ്ടില്ലായിരുന്നു എന്ന് ചോദിക്കും. അഭയദാൻ ദേ തോ ബോലു സർക്കാർ. അഭയദാൻ ദേ എന്ന് പറഞ്ഞെങ്കിൽ ഞങ്ങൾക്ക് അഭയം തരുന്നുണ്ടെങ്കിൽ, ഞങ്ങളെ ഒന്നും ചെയ്യില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ പറയാം എന്ന് പറഞ്ഞു. ദുനിയ പറഞ്ഞു. അപ്പം ചലോ ദിയ. രാജ ബോലെ അബ് ബതാओ. ശരി ഞാൻ തന്നു. രാജ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഇനി പറ എന്താ കാര്യം എന്ന്. മഹാരാജ് ഇസ് ഗവറിയാനെ ജോ ബി കാം കർവായ ഉസ്മേ ആധാ ഹിസ്സ ദേ ദേത്തി തീ. അപ്പോൾ മഹാരാജ് ഈ ഗവറിയ, ഈ കുരുവി എന്ത് പണി ചെയ്യിപ്പിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിലും എന്താണ്, അതിലെ ആധാ ഹിസ്സ, പകുതി ഭാഗം, പകുതി ഷെയർ തരുമായിരുന്നു ഞങ്ങൾക്ക് എന്ന് പറഞ്ഞു. ജിസ്കെ പാസ് ബഹുത് കുച്ച് ഹെ വഹ കുച്ച് ഭി നഹി ദേത്ത. ആരുടെ അടുത്ത് എല്ലാം ഉണ്ടോ അവർ ഞങ്ങൾക്കൊന്നും തരില്ല. ഇസ്കെ പാസ് കുച്ച് ഭി നഹി ഥാ ഫിർ ഭി യഹ ആധാ ദേ ദേത്തി തീ. ഈ കുരുവിയുടെ അടുത്ത്, ഈ പക്ഷിയുടെ അടുത്ത് ഒന്നുമില്ല, എന്നാലും അതിൻ്റെ പകുതി അവൾ ഞങ്ങൾക്ക് തരുമായിരുന്നു. ഇസിലിയെ ഇസ്കെ കാമേ അപ്നെ ആപ്പ് നഫാസത്ത് ആത്തി ഗൈ സർക്കാർ. അതുകൊണ്ട് എന്താണ്, ഇവളുടെ പണികളിൽ അപ്നെ ആപ്പ്, താനെ സ്വയം തന്നെ ആ ഭംഗി വന്നു തുടങ്ങി. ആ ഭംഗി അങ്ങനെ തന്നെ വന്നു എന്ന് പറഞ്ഞു. കാരണം ഇവരെല്ലാം സന്തോഷത്തോടെ ചെയ്ത കാര്യമാണ് അല്ലേ അത്. അവർക്കെല്ലാം വേണ്ട പ്രതിഫലം കിട്ടിയിരുന്നു. അതുകൊണ്ട് ദുനിയ ദണ്ഡവത് പർ ദണ്ഡവത് കിയേ ജാ രഹാ താ. ദണ്ഡവത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചരൺ സ്പർശ് കർണ എന്ന് പറയാം, കാല് തൊടുക. അപ്പോൾ രാജാവിൻ്റെ കാല് വെറുതെ തൊട്ടുണ്ടായിരുന്നു. പറഞ്ഞാൽ പേടിച്ചുകൊണ്ടല്ലേ പറയണത്, അതുകൊണ്ട് അങ്ങനെ കാല് തൊട്ടുകൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. ദേഖ് ലേ രാജ, ആങ്ക് മേ അങ്കുലി ഡാൽക്കർ ദേഖ് ലോ. നോക്ക് രാജാവേ, കണ്ണിൽ വിരലിട്ട് നോക്ക് എന്ന് പറയണത്. അതിൻ്റെ അർത്ഥം എന്താണ്? കണ്ണിൽ വിരലിടുക പറഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായി നോക്കുമെന്ന്, നന്നായി കണ്ണ് തുറന്നു നോക്കുന്നൊക്കെ പറയില്ലേ നമ്മളതുപോലെ, അങ്ങനെ പറയണം കേട്ടോ. ഇസ്കെ ലിയെ പൂരെ മോൽ ചുക്കായ ഹെ. ഈ തൊപ്പിക്ക് വേണ്ടിയിട്ട് മുഴുവനായിട്ടുള്ള പ്രതിഫലം തന്നിട്ടുണ്ട് ഞങ്ങൾക്ക്. ബേഗാർ കി നഹി ഹേ യഹ്. ബേഗാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞു, പ്രതിഫലം കൊടുക്കാതെ വെറുതെ ചെയ്യിപ്പിക്കുന്ന പണികൾ. അപ്പോൾ ബേക്കാർ വരെയാണ്, ബേഗാർ വരെയാണ് കേട്ടോ. ബേക്കാർ എന്ന് പറഞ്ഞാൽ ഒന്നിനും കൊള്ളാത്തത്, ആദ്യത്തെ ഇത് കേട്ടോ. അപ്പോൾ അങ്ങനെയല്ല ചെയ്യിപ്പിച്ചിരിക്കുന്നത്. ഗവറിയ ഫിർ ചില്ലാനിലേക്ക്. ഗവറിയ കുരുവി അവിടെ ഇരുന്നിട്ട് പിന്നെയും ശബ്ദിക്കാൻ തുടങ്ങി. യഹ് രാജാത്തോ കങ്കാൽ ഹേ. കങ്കാൽ എന്ന് പറഞ്ഞാൽ ദരിദ്രൻ കേട്ടോ, ഒന്നുമില്ലാത്തവൻ. ഈ രാജാവ് കങ്കാലാണ്, ഇയാൾ ദരിദ്രനാണ്. നിര കങ്കാൽ. നിര എന്ന് പറഞ്ഞാൽ ബിൽക്കുൽ തികച്ചെന്ന് പറയില്ല അത്. തികച്ചും ദരിദ്രനാണ്. ഇസ്കാ ധൻ ഘട്ട് ഗയ ലഗ്താ ഹെ. ഈ രാജാവിൻ്റെ ധനം ഘട്ട് ഗയ. ഘട്ടില്ല പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറഞ്ഞു പോയി തോന്നുന്നുണ്ട്. ഇസെ ടോപ്പി തക് നഹി ജുർത്തി. അതിൻ്റെ അർത്ഥം തൊപ്പി വാങ്ങാൻ കൂടിയിട്ട് ഉള്ള, തൊപ്പിക്ക് കൂടിയുള്ള പൈസ ഇല്ല എന്നാണ് തോന്നുന്നത്. തബീത്തോ ഇസ്നെ മേരി ടോപ്പി ചീൻലി. അതുകൊണ്ടല്ലേ എൻ്റെ തൊപ്പി വാങ്ങിയെടുത്തത്. ചീന എന്ന് പറഞ്ഞാൽ സ്നാച്ചിങ്, പിടിച്ചു പറിച്ചത് എന്ന് പറയുന്നത്.
രാജ തോ വാക്കയി അക്ബക്ക ഗയാ ഥ. രാജ വാക്കയി പറഞ്ഞാൽ ശരിക്കും, അക്ബക്കാന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പരേഷാൻ ഹോന എന്ന് പറയാം ഹിന്ദിയിൽ. പരേഷാൻ ഹോന പറഞ്ഞാൽ വല്ലാതൊരു ഡിസ്റ്റർബായി, വല്ലാത്തൊരവസ്ഥയായി, എന്താ പറയേണ്ടതെന്ന് അറിയാത്ത പോലെ. एक तो तमाम कारीगरों ने उसकी मदद की थी. ഒന്നെന്താണ്, നമ്പർ 1 എന്താ വെച്ചാൽ തമാം കാരിഗരോ, ഈ പണി ചെയ്യുന്ന ആൾക്കാരും മുഴുവനും രാജാവിൻ്റെ സഹായിച്ചിരുന്നു അല്ലേ, എല്ലാവരും വെറുതെ അല്ലേ ചെയ്തു കൊടുത്തത്. ദൂസരെ ഇസ് ടോപ്പിക്ക് സാമനെ അപ്നി ടോപ്പിക്ക് കംസൂർത്തി. പിന്നെന്താണ്, എന്നിട്ട് ഈ കുരുവിയുടെ, ഈ പക്ഷിയുടെ തൊപ്പിയുടെ അടുത്ത് നോക്കുന്ന സമയത്ത്, അതും ഇതും കമ്പയർ ചെയ്ത് നോക്കുന്ന സമയത്ത് ഈ പക്ഷിയുടെ തൊപ്പി കൂടുതൽ കാണാൻ ഭംഗിയുള്ളതാണ്. തീസരെ ഖജാനെ കി കുൽത്തി പോൽ. മൂന്നാമത്തെ പോയിന്റ് എന്താണ്, ഖജാന പറഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രഷർ പറഞ്ഞാൽ പൈസ, ധനം, അത്രേ ഉള്ളൂ. ധനത്തിൻ്റെ ആ പൈസയുടെ കാര്യം, കുൽത്തി പോൽ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, പോൽ കുല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാര്യം വെളിച്ചത്താവുക, പറഞ്ഞ കാര്യം എല്ലാവരും അറിയുക, അതാണ് പോൽ കുല്ല എന്ന് പറഞ്ഞാൽ. അതെല്ലാവരും അറിഞ്ഞു കഴിഞ്ഞു. ഇപ്പോൾ ഇസ് പാഖി കോ കേസെ പത്താ ചലാ കി ധൻ ഘട്ട് ഗയാ ഹെ. പാക്കി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പക്ഷി കേട്ടോ. അപ്പോൾ രാജാവ് വിചാരിക്കുന്നത് ഈ പക്ഷിക്ക് എങ്ങനെയാണ് അറിയണത് എൻ്റെ അടുത്ത് ധനം ഇല്ല എന്ന്, എൻ്റെ അടുത്ത് പൈസ ഇല്ല, കുറഞ്ഞു പോയി എന്ന് എങ്ങനെയാണ് അറിയണത്. तमाम बेगार करवाने बहुत सख्ती से लगान वसूलने के बावजूद राजा का खजाना खाली ही रहता था. തമാം ബേഗാർ കർവാനെ പറഞ്ഞാൽ എല്ലാ പണികളും ഫ്രീ ആയിട്ട് ചെയ്യിപ്പിക്കുക, പൈസ കൊടുക്കാണ്ട് ചെയ്യിപ്പിക്കുക ഒന്ന്. പിന്നെ ബഹുത് സക്തി സെ ലഗാൻ വസൂലിനെ കെ ബാവജൂദ് പറഞ്ഞാൽ വളരെ സ്ട്രിക്റ്റായിട്ട്, സക്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ട്രിക്റ്റായിട്ട്, പിന്നെ ടാക്സൊക്കെ എടുക്കില്ലേ ആൾക്കാരുടെ കയ്യിൽ നിന്ന്, വാങ്ങില്ലേ, അതെല്ലാം വാങ്ങിക്കഴിഞ്ഞതിൻ്റെ ശേഷവും വസൂൽ ചെയ്തതിൻ്റെ ശേഷം കൂടിയിട്ട് രാജാ കാ ഖജാന കാലി ഹെ, രാജാവിൻ്റെ ധനം എന്താണ്, രാജാവിൻ്റെ അടുത്ത് ധനമൊന്നുമില്ല, അത് എല്ലാം കാലിയാണ്. इतना ऐशो आराम, इतनी लश्करी, इतने लवाजिमे का बोझ खजाना संभाले भी तो कैसे. ഏഷോ ആരാം എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഭയങ്കര ലക്ഷറി ആയിട്ടെന്ന് പറയില്ലേ, അത് തന്നെയാണ്, ഭയങ്കര സുഖസൗകര്യത്തോട് കൂടിയിട്ട്. ഇത്നി ലഷ്കറി എന്ന് പറഞ്ഞാൽ സേന പറഞ്ഞാൽ പിന്നാലെ അതിനും ഇതിനും എല്ലാം പണിക്കായിട്ട് ആൾക്കാർ നിൽക്കണില്ലേ, അങ്ങനെ. ലവാജിമേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ലക്ഷറി ആയിട്ട് പറഞ്ഞാൽ ഒരുപാട് പൈസ ചിലവാക്കി യാത്രകൾ പോവുക അല്ലേ, അതിനാണ് ലവാജിമേ എന്നൊക്കെ പറയാം. ഭോജ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഭാർ എന്ന് പറയാം ഹിന്ദിയിൽ, പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഭാരം തന്നെയാണ് അതിൻ്റെ അർത്ഥം കേട്ടോ. അപ്പോൾ എന്താണ്, ഇത്രയും ലക്ഷറി ആയിട്ട്, ഇത്രയും പിന്നെ അവരവർക്ക് വേണ്ടി ഇത്രയും ചിലവാക്കുന്ന സമയത്ത് എങ്ങനെ ഖജാനയിൽ എങ്ങനെ ബാക്കി പൈസ കാണും, എങ്ങനെ പൈസ ഉണ്ടാവും രാജാവിൻ്റെ അടുത്ത് എന്നാണ് പറയണത്. തമാം ലോക് നിക്കൽ ആയത്തെ യഹ് അനോഖ തമാശ ദേഖ്നെ. തമാം എന്ന് പറഞ്ഞാൽ എല്ലാവരും, അപ്പം എല്ലാവരും വന്നിരുന്നു ഈ വിചിത്രമായിട്ടുള്ള തമാശ കാണാൻ. മന്ത്രിനെ ഹോലേസെ കഹ, ഹോലേസെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ധീരേസെ, പതുക്കെ, മന്ത്രി പതുക്കെ പറഞ്ഞു, യേ മൂഫട്ട് തോ മഹാരാജ് കോ ബേ പർദാഹി കർക്കെ ദം ലേഗി. മൂഫട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൂപ്പർ ജവാബ് ദേന പറഞ്ഞാൽ സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട് പറയുക, പറഞ്ഞാൽ മുഖത്തടിച്ച പോലെ ഇങ്ങോട്ട് പറയുക. ബേപർദ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓപ്പൺ ആയിട്ട്, പർദ എന്ന് പറഞ്ഞാൽ എന്താണ്, കർട്ടൻ അല്ലേ, ബേപർദ എന്ന് പറഞ്ഞാൽ കർട്ടൻ ഇല്ലാതെ, അതിൻ്റെ അർത്ഥം ഓപ്പൺ ആയിട്ട് പറയുക. അപ്പോൾ എന്താ പറയുന്നത്, ഈ മൂഫട്ട്, ഈ സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട് സംസാരിക്കണ ഇവള് മഹാരാജാവിനെ മുഴുവൻ അങ്ങോട്ട് ഓപ്പൺ ആക്കി എല്ലാവരുടെ മുമ്പത്ത് അങ്ങോട്ട് കാണിച്ചു കൊടുക്കും, എന്നിട്ടേ ഇവള് നിൽക്കുള്ളൂ എന്നാണ് തോന്നണത് എന്നാ പറയുന്നത്. രാജാ തോ ഖുദ് ഘബറാ രഹാ താ, ഝട്ട് സെ ബോൽ പട. രാജാവ് എന്താണ്, സ്വന്തം അവിടെ കുറച്ച് പരിഭ്രമിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. ഝട്ട് സെ ബോൽ പട, ഝട്ട് സെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തുരന്ത്, പെട്ടെന്ന് പറഞ്ഞു. ഇസ്കി ടോപ്പി വാപ്പസ് കർ ദോ, ഇവളുടെ തൊപ്പി തിരിച്ചു കൊടുത്തേക്ക് ഇവൾക്ക്. സിപ്പാഹിയോനെ കെഹന മാന, സിപ്പാഹികൾ രാജാവ് പറഞ്ഞത് അനുസരിച്ചു. ടോപ്പി വാപ്പസ് കങ്കൂരെ കി ഓർ ഹവാമേ ഉച്ചാൽ ദി ഗയി. കങ്കൂര മോളിൽ ഇരിക്കുകയായിരുന്നില്ലേ ഈ കുരുവി, അവിടേക്ക് തൊപ്പിയെ എറിഞ്ഞു കൊടുത്തു, ഇങ്ങനെ ഉച്ചാൽ ദി ഗയി പറഞ്ഞാൽ ഇങ്ങനെ എറിഞ്ഞു കൊടുത്തു. ഗൗരയ്യാനെ ഫിർസെ ടോപ്പി പെഹൻ ലി, കുരുവി പിന്നെയും ആ തൊപ്പി എടുത്തിട്ടു, എന്നിട്ട് ഉടുക്കർ കെഹനെ ലഗി, എന്നിട്ട് പറന്നുകൊണ്ട് പറഞ്ഞിരുന്നു. എന്താ പറഞ്ഞ, ഈ രാജാത്തോ ഡർപ്പോക്കെ, ഈ രാജാവ് പേടിത്തൊണ്ടനാണ്. ഡർപ്പോക്ക് എന്ന് പറഞ്ഞാൽ പേടിത്തൊണ്ടൻ. നിരാ ഡർപ്പൊക്കെ, തികച്ചും പേടിത്തൊണ്ടനാണ്. മുത്സെ ഡർഗ്യ, എൻ്റെ അടുത്ത് പേടിച്ചു പോയി രാജാവ്. തബി തോ ഇസ്നെ മേരി ടോപ്പി ലോട്ടാ ദി, അതുകൊണ്ടല്ലേ എൻ്റെ തൊപ്പി എനിക്ക് തിരിച്ചു തന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറന്നുപോയി. കോൺ ഇസ് മൂഫട്ട് കെ മൂലകെ ക്യൂ മന്ത്രി ജി कहकर राजा ने अपनी टोपी कसकर पकड़ ली. അപ്പോൾ കോൺ ഈസ് മൂഫട്ട് കെ മൂലകെ, ഇങ്ങനെ പറയുന്ന ആൾക്കാരുടെ ഇവരുടെയൊക്കെ ആരാ ഇവരെയൊക്കെ കേട്ടോണ്ടിരിക്കുക അല്ലേ മന്ത്രി എന്ന് ചോദിച്ചു മന്ത്രിയുടെ അടുത്ത്. അങ്ങനെ പറഞ്ഞിട്ട് രാജാവ് എന്ത് ചെയ്ത് അവരവരുടെ ടൊപ്പി കസ്കർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ടൈറ്റായിട്ട് അങ്ങോട്ട് ശരിക്കും അത് പിടിച്ചു. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു.